പടി. അപ്പൊ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പൊതുവെ കുറച്ച് ചെറിയൊരു കോംപ്ലിക്കേഷനേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഈ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാം, ഒരു കമ്പനീനെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാൻ എപ്പോഴാണ്? ഒരു മറ്റൊരു കമ്പനിയുടെ 51% ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ടെങ്കിൽ, മെജോറിറ്റി ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺട്രോളിംഗ് പവർ ഉണ്ടെങ്കിലോ ആദ്യത്തെ കമ്പനിയെ ഹോൾഡിംഗ് എന്ന് പറയും, പിന്നെ പറയുന്ന കമ്പനിയെ സബ്സിഡറി കമ്പനി എന്ന് പറയും. അപ്പൊ ഇൻവെസ്റ്റർ കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഏത് കമ്പനിയിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്പനിയെ സബ്സിഡറി കമ്പനി എന്ന് പറയും. അപ്പൊ ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഇനി അല്ലെങ്കിൽ ഒന്നും കൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ, എല്ലാ കമ്പനികളും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും ഇൻഡിവിജ്വലി P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ വർഷാവർഷം എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനികളും അവരുടെ ആനുവലി എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നിയമമാണ്. സെക്ഷൻ 133 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരവും ദെൻ സെക്ഷൻ 128 മുതൽ 137 വരെയുള്ള കമ്പനീസ് ആക്ടിലുള്ള പ്രൊവിഷൻസ് വെച്ചിട്ട് ബുക്സും അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സ് നിയമപ്രകാരം 44AB പ്രകാരം ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, AA പ്രകാരം ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും കമ്പനികൾ ഇൻഡിവിജ്വലി ഇത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ എന്തിനാണ് നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 എന്ന് പറഞ്ഞിട്ട് സംഭവത്തിൽ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണ്? ഇതാണ് ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ട വിഷയം. അപ്പൊ നമുക്ക് അത്ര സമയം ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ പർപ്പസ് എക്സാം പാസ്സാവലായതുകൊണ്ടും അതിന്റെ തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നില്ല. ബട്ട് ആസ് എൻ ഇൻവെസ്റ്റർ, ഇപ്പൊ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും കൂടി ഒരൊറ്റൊരു സ്ഥാപനമാണ് എന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഒറ്റൊരു സ്ഥാപനമാണ് എന്നുള്ള രീതിയിലാണ് ആര് അവതരിപ്പിച്ചിരിക്കുന്നത്, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് പറഞ്ഞു, ഹോൾഡിംഗ് കമ്പനിക്ക് ചെറിയൊരു കമ്പൽഷൻ കൊടുത്തു. നിങ്ങൾ വർഷാവർഷം നിങ്ങളുടെ ഇൻഡിവിജ്വൽ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ ഈ പറഞ്ഞ സബ്സിഡറി കമ്പനീന്റെ ഫൈനാൻഷ്യൽ ഡാറ്റയും കൂടി നിങ്ങളിലേക്ക് എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം. ആ മെർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ഇടപാടും എവിടെ ഉണ്ടാകാൻ പാടില്ല, റിക്കാർഡിക്കലി ഉണ്ടാവാൻ പാടില്ല. അതായത് നിങ്ങളും അവരും തമ്മിലുള്ള മ്യൂച്വലി ഉള്ള എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ, ഈ ആട്ടിന്റെയൊക്കെ തോല് പൊളിച്ചു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത മറ്റേ കുടല്, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്തേക്കണം, നമ്മളെ ഒരു ആടിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10-12 കിലോ ഒക്കെ ഉണ്ടാവും. അത് അറുത്ത് അതിന്റെ ഇറച്ചിയൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 7 കിലോ 8 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു 4 കിലോ എന്ത് ചെയ്യും, പോവും. അതേപോലെ സബ്സിഡറി കമ്പനീന്റെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് എടുത്ത് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഒഴിവാക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണോ ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിലുള്ള കണക്ഷൻ, ആ കണക്ഷൻ വരുന്ന പോയിന്റും ഇവര് തമ്മിലുള്ള എല്ലാ മ്യൂച്വൽ ട്രാൻസാക്ഷൻസും, അപ്പുറം ഇപ്പുറമുള്ള പരസ്പരമുള്ള എല്ലാ കൊടുക്കൽ വാങ്ങലുകളും എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പൊ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നല്ല ടെക്നിക്കൽ ടേംസ് ഒക്കെ കേട്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത്, ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു നോമിനൽ ഫിഗർ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് ചെയ്തു തരുന്നതായിരിക്കും തോന്നുന്നത്. അങ്ങനെ മതിയോ? എല്ലാ ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ചെയ്യണോ? എങ്ങനെയാ? നോമിനൽ ഫിഗർ വെച്ച് കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പൊ കൺസോളിഡേഷൻ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ആണ് കൺസോളിഡേറ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ P&L അക്കൗണ്ടിന്റെ കൺസോളിഡേഷൻ ഉണ്ട്, ക്യാഷ് ഫ്ലോന്റെ കൺസോളിഡേഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു CA ഇന്ററിന് മാക്സിമം പോയാൽ ബാലൻസ് ഷീറ്റ് കൺസോളിഡേഷൻ ആണ് ചോദിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെയാണോ? എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടില്ല. എങ്ങനെയാണ് കൺസോളിഡേഷൻ ചെയ്യുക? ബാലൻസ് ഷീറ്റ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത് അല്ലെ? ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. അപ്പൊ ഞാൻ പഴയ മോഡലിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് റഫ് ആയിട്ട് വരക്കാം. ഒരു ഹോൾഡിംഗ് കമ്പനീന്റെ ബാലൻസ് ഷീറ്റ് ആണേ. ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. പിന്നെ എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ മലയാളല്ലേ പറയുന്നത്, മനസ്സിലാവാതിരിക്കില്ല. ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് T ഫോമിലാണ്. ഞാൻ വെർട്ടിക്കൽ ഫോമിൽ വരക്കുന്നില്ല, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലത് T ഫോമിൽ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് T ഫോം വരക്കുന്നു എന്നുള്ളേ. ഓക്കെ, ഇപ്പം T ഫോം ഇല്ല, നമുക്ക് വെർട്ടിക്കൽ ഫോമിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ബേസിക് നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോ
ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് നമുക്ക് ബാലൻസ് ഷീറ്റ് തരും. മിക്കവാറും ബാലൻസ് ഷീറ്റ് ഡേറ്റ് എപ്പോഴായിരിക്കും? 31 മാർച്ചിനായിരിക്കും. 31 മാർച്ചിനായിരിക്കും നോർമലി. നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം എന്തായാലും 31 മാർച്ചിന് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണമെന്നാണ് നിയമം. നമുക്ക് ഇഷ്ടമുള്ള അക്കൗണ്ടിങ് ഡേറ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ആസ് പെർ ദ ലോ. ബട്ട് നമ്മുടെ CA അക്കൗണ്ടൻസിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ ചിലപ്പോൾ ഇയർ എൻഡ് എപ്പോഴായിരിക്കും? 31 ഡിസംബർ ആയിരിക്കാം, ചിലപ്പം ജൂലൈ ആയിരിക്കും, ഡിപ്പെൻസ്. ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് അത് മാറും. എനിവേ ഒരു 31 മാർച്ച് വർഷം ഏതെങ്കിലും ആയിക്കോട്ടെ, വർഷം നമ്മളൊരു വിഷയമല്ല, ഇയർ എൻഡിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ബാലൻസ് ഷീറ്റ് തരുമ്പോൾ അതിനകത്ത് ആദ്യം ഉണ്ടാകുന്ന സാധനം എന്തായിരിക്കും? ഒരു ഷെയർ ക്യാപിറ്റലാണ്. ഞാൻ കൂടുതൽ എമൗണ്ട് ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഒരു 100 രൂപ എന്തുണ്ട്, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു റിസർവ് ആൻഡ് സർപ്ലസ് നോർമലി ഉണ്ടാവും. സപ്പോസ് ഒരു 60 രൂപ അങ്ങനെയുണ്ട്. പിന്നെ ഒരു ലോങ് ടേം ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു 50 രൂപയുണ്ട്. പിന്നെ കറണ്ട് ലയബിലിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു 40 രൂപയുണ്ട്. ഇവരുടെ ബാലൻസ് ഷീറ്റിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് എത്രയായി? 250 ആണല്ലേ? ഓക്കെ. അപ്പൊ അസറ്റ് സൈഡ് എത്ര തന്നെ ആയിരിക്കും? 250. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്നൊക്കെ ഫൗണ്ടേഷൻ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പല ആൾക്കാരും, ഇല്ലേ? അപ്പൊ പിന്നെ അത് വലിയ കുഴപ്പമില്ല. പിന്നെ എന്തോ വൃത്തികെട്ട അസറ്റിന്റെ പേരുണ്ട്, നോൺ കറന്റ് അസറ്റ് എന്നാണ് അറിയപ്പെടുക. റൈറ്റ്? അതൊരു തൽക്കാലം ഒരു 110 ഇടാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം വരും. ഈ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ആദ്യം കുഴക്കുന്ന സാധനം. സപ്പോസ് അതൊരു 90 രൂപയുണ്ടെന്ന് വെച്ചു. പിന്നെയുള്ളത് നമ്മളെ ഇപ്പുറത്തെ നോൺ കറന്റ് അസറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏത് അസറ്റാണ്? കറന്റ് അസറ്റ്. അത് എല്ലാം കൂടി ഒരു 50 രൂപയുണ്ടെന്ന് വെച്ചു. ഇതാണ് ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. ഏത് റേറ്റിനുള്ള ബാലൻസ് ഷീറ്റാ? 31. ഒരു ഇയർ എൻഡിന്റെ ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചിന്ത പോകേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പെട്ടെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ അത് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ കപ്പാസിറ്റി. ആ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കണ്ട ഉടനെ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇൻവെസ്റ്റ്മെന്റ് ഏത് ഡേറ്റിനാണ് നടത്തിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നോക്കണം. ഒന്നാമത്തെ കാര്യം, ഏത് ഡേറ്റ്. അതായത് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ ഹോൾഡിംഗ് പവർ കിട്ടുന്നത് എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡേറ്റ് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നല്ല. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ എവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റ് ഏത് ഡേറ്റിനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിത് ഡേറ്റ് നോക്കുന്നതിന്റെ കൂടെ ഒരു കാര്യം കൂടി നോക്കണം. ഈ 90 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോ സബ്സിഡറി കമ്പനീന്റെ എത്ര ശതമാനം ഷെയർ ആണ് കിട്ടിയിട്ടുണ്ടാവുക എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റ്യൻ വായിക്കുന്ന ഫ്ലോയിൽ തന്നെ നമുക്ക് മൈൻഡിലേക്ക് വരണം. അല്ലാതെ അത് വർക്കിംഗ് നോട്ടൊക്കെ എഴുതി കണ്ടുപിടിക്കണം നല്ല ബുദ്ധിപരമായ നീക്കം. ക്വസ്റ്റ്യൻ വായിച്ച് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് എന്ത് പോയിക്കൊള്ളണം? ഈ 2 കാര്യങ്ങളും പെട്ടെന്ന് അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ എന്താണ് എളുപ്പമാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിൽ ഇത് എത്ര ശതമാനം ആണ് എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാനത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇടുകയാണെ. അപ്പൊ ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല, എത്ര പെർസെന്റേജ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞില്ല. പക്ഷെ ഇത് രണ്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എന്താണ് ആവശ്യമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് തരണം? സബ്സിഡറി കമ്പനീന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? അവര് തരണം. അപ്പൊ സബ്സിഡറി കമ്പനീന്റെ ഡീറ്റെയിൽസിൽ നോർമലി ആസ് യൂഷ്വൽ എന്തുണ്ടാവും? ഒരു ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പൊ സപ്പോസ് നമുക്കത് വലിയൊരു എമൗണ്ട് ഒന്നും വേണ്ടാത്തതുകൊണ്ട് തൽക്കാലം എന്തിടാം, ഒരു 60 രൂപ ഇടാം. റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട് 40. അപ്പൊ അടുത്ത കാര്യം ഈ റിസർവ് ആൻഡ് സർപ്ലസും സബ്സിഡറി കമ്പനീന്റെ ഷെയർ ക്യാപിറ്റലും ഒരിക്കലും നമ്മൾ എവിടെ കാണിക്കില്ല? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് കാണിക്കില്ല. ഈ 2 സാധനം ഒരു കാരണവശാലും എവിടെ വരില്ല? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരില്ല. പക്ഷെ ചെറിയൊരു കാര്യമുണ്ട്. ഈ റിസർവ് ആൻഡ് സർപ്ലസ് നമ്മൾ അക്വിസിഷൻ ചെയ്യുന്ന ഡേറ്റിന്റെ അന്നുള്ള റിസർവ് ആൻഡ് സർപ്ലസും അത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസർവ് ആൻഡ് സർപ്ലസിനും 2 ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾക്ക് എന്നാണോ കൺട്രോളിംഗ് പവർ കിട്ടുന്നത് അതുവരെയുള്ള റിസർവ് ആൻഡ് സർപ്ലസിന്റെ ബാലൻസിനെ നമ്മൾ അറിയപ്പെടുന്ന പേര് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. അതിനുശേഷമുള്ളതിന് എന്ത് പറയും? റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാ പറയാം. എന്താ പറയാ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും.
അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് രണ്ടും രണ്ടാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? പ്രീന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്, പോസ്റ്റിന്റെ എന്താണ് ട്രീറ്റ്മെന്റ് വേറെയാണ്. അപ്പൊ നിങ്ങൾ ഈ റിസർവ് ആൻഡ് സർപ്ലസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് പോകേണ്ട കാര്യം, നമ്മൾ കമ്പനി ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് കൺട്രോളിംഗ് പവർ കിട്ടുന്ന ആ പെർട്ടിക്കുലർ ഡേറ്റിന് ഈ റിസർവ് ആൻഡ് സർപ്ലസ് എത്ര ബാലൻസ് ഉണ്ടായിരുന്നു, ഈ റിസർവ് ആൻഡ് സർപ്ലസ് എത്ര ബാലൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഒരു എന്താ പറയാ ഹിഡൻ ആയിട്ട് തന്നെ നമ്മളെ മൈൻഡിലേക്ക് പോകണം. അപ്പോ എപ്പോഴാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇല്ലാതിരിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. നമ്മൾ അക്വിസിഷൻ ചെയ്യുന്ന ഡേറ്റും നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഡേറ്റും ഒരേ ഡേറ്റിനാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ഫൈനാൻഷ്യൽ ഇയറിന്റെ ഏതെങ്കിലും ഒരു സമയത്താണ് ഈ പറഞ്ഞ അക്വിസിഷൻ ചെയ്ത് കൺട്രോളിംഗ് പവർ കിട്ടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇയർ എൻഡ് ആകുമ്പോഴേക്ക് അവിടെ എന്തുണ്ടാവും, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് കാണാനുള്ള എന്തെങ്കിലും ഡാറ്റ നമ്മുടെ അക്കൗണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്കിത് ഇവിടെ ഈ പറഞ്ഞ റിസർവ് ആൻഡ് സർപ്ലസിന് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡാറ്റ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് തരണം? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡേറ്റ് ക്വസ്റ്റ്യനിൽ തരണം. ദെൻ ഈ ഡേറ്റ് ക്വസ്റ്റ്യനിൽ തന്നാൽ ഇത് ഇയർ എൻഡിന്റെ ബാലൻസ് ഷീറ്റിലുള്ള റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ഇയർ എൻഡിന്റെ ബാലൻസ് ഷീറ്റിലുള്ള റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് ഡേറ്റിനല്ല നമ്മൾ അക്വയർ ചെയ്യുന്നത് എങ്കിൽ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും എന്ത് തരണം, നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്തുള്ള റിസർവ് ആൻഡ് സർപ്ലസിന്റെ ബാലൻസ് എത്രയാണെന്ന് അവരെന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ തരണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്തതിനു ശേഷം പറയാം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലെ? പിന്നെ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു 20 രൂപയുണ്ട്. പിന്നെ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു 10 രൂപയുണ്ടെന്ന് വെച്ചു. അപ്പം ബാലൻസ് ഷീറ്റ് ടോട്ടൽ എത്രയായി? 130. അപ്പൊ അസറ്റ് സൈഡിൽ എത്രയായിരിക്കും? 130. അസറ്റ് സൈഡിൽ 130. ഇനി ഞാനിത് വളരെ ബേസിക് ലെവലിലാണോ പറയുന്നത്? ഞാൻ സാധാരണ ഒരു അക്കൗണ്ടൻസി നിങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ കത്തുമായിരിക്കും. അല്ല, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലോ? മനസ്സിലാവുന്നില്ല അല്ലേ? പിന്നെ ഇതെല്ലാം ഒരു പരീക്ഷണം മാത്രമാണ്. ഞാൻ അക്കൗണ്ടൻസി അത്ര വലിയ നല്ല നിങ്ങളത്ര എക്സ്പേർട്ട് ആയിരിക്കില്ല. ഓക്കെ, 130. അതിപ്പോ തൽക്കാലം കറണ്ട് അസറ്റ് നോൺ കറണ്ട് അസറ്റ് 70-60 ഒക്കെ ഇടാം, ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതിന് വലിയ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വരില്ല കേട്ടോ. ഞാൻ ഈ ചോപ്പിൽ എഴുതിയ സാധനത്തിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യില്ല, വരില്ല. ഞാൻ ചോപ്പിൽ എഴുതിയ കാര്യത്തിനൊന്നും എന്ത് ചെയ്യില്ല, അഡ്ജസ്റ്റ്മെന്റ് വരില്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വരണമെങ്കിൽ ഇവരും ആരും തമ്മിലുള്ള എന്തെങ്കിലും ഇടപാട് വേണം. ഈ രണ്ട് കമ്പനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കടമിടപാടോ പണമിടപാടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അഡ്ജസ്റ്റ്മെന്റ് വരുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏകദേശം ചോദിച്ചെടുത്ത് പൂരിപ്പിക്കുന്നത് ഇവര് തമ്മിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ചുവപ്പിലുള്ളതിന് ഒറ്റ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യില്ല, വരില്ല. അപ്പൊ ഞാൻ ഡാറ്റയൊക്കെ ഫില്ല് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഈ കൺസോൾട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ മിനിമം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെ കൊടുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മളെ കൊടുക്കാൻ ഇതിനകത്ത് ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ഇത് ചെയ്തു തുടങ്ങാൻ പറ്റില്ല. ഏത് കാര്യങ്ങളില്ലാതെ? വെയിറ്റ്. ഒന്നാമത്തെ കാര്യം ഡേറ്റ്. അക്വിസിഷൻ ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും സെയിം ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഈ സബ്സിഡറി കമ്പനീന്റെ ബാലൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന 40 രൂപയും എന്ത് പ്രോഫിറ്റ് ആയിരിക്കും, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിരിക്കും. ക്ലിയർ? ഇനി വർഷത്തിന്റെ ഏതെങ്കിലും ഈ ക്ലോസിംഗിന് മുമ്പ് ഏതെങ്കിലും സമയത്താണ് അക്വിസിഷൻ അല്ലെങ്കിൽ കൺട്രോളിംഗ് പവർ കിട്ടുന്നത് എങ്കിൽ ആ ഡേറ്റ് ക്വസ്റ്റ്യൻ എന്ത് തരണം, അവർ തരണം. അവരെന്ത് ചെയ്യണം, തരണം. അപ്പൊ ഞാൻ നിങ്ങളെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചെറിയൊരു കാര്യം ചെയ്യാം. ഇത് 1 ഏപ്രിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫൈനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അക്വയർ ചെയ്തിരിക്കുന്നത്. അക്വയർ ചെയ്തത് നമുക്കിപ്പം ഷെയറിന്റെ പൈസയൊന്നും തരാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 70% എന്ത് ചെയ്തിരിക്കുന്നത്. എത്ര ശതമാനം എടുത്തിരിക്കുന്നത്? 70% ഷെയർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് രണ്ടും തരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ തരണം.
ഇത് രണ്ടും തരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ തരണം. അതെന്തായിരിക്കും? റിസർവ് ആൻഡ് സർപ്ലസിന്റെ ആ പെർട്ടിക്കുലർ ഡേറ്റിനുള്ള ബാലൻസ് തരണം. ആ പെർട്ടിക്കുലർ ഡേറ്റിനുള്ള ബാലൻസ് തരണം. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് വെറുതെ ഒന്ന് റഫായിട്ട് എഴുതാം. ഇത് 40 അല്ലേ? ഒരു 30 രൂപയായിരുന്നു ആ സമയത്തുള്ള റിസർവ് ആൻഡ് സർപ്ലസ്. ഇത് അക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസിന്റെ ബാലൻസ് എത്രയാണ്? 30 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഈ 40ൽ 30 എന്തായിരിക്കും? റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസിന്റെ എന്ന് പറയാൻ പറ്റുമോ? അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. എന്ത് പ്രോഫിറ്റ് ആണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 40ൽ 10 രൂപ എന്തായിരിക്കും? റവന്യൂ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം ഒരു ക്വസ്റ്റ്യന്റെ ഡാറ്റയൊക്കെ എഴുതി. ഇനി നമ്മൾ ഇത് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണക്കും എവിടെ വരാൻ പാടില്ല? ബാലൻസ് ഷീറ്റിൽ വരാൻ പാടില്ല. അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രസന്റ് ചെയ്യാൻ, കാര്യങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യാൻ. അപ്പൊ ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പൊ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പൊ അസറ്റ് സൈഡിൽ നിന്ന് ഒരു ഫിഗർ ഒഴിവാക്കിയാൽ, നിങ്ങൾ പഠിച്ച ഒരു ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക. അസറ്റ് സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആവാൻ എത്ര പോസിബിലിറ്റീസ് ഉള്ളത്? അസറ്റ് സൈഡിൽ നിന്ന് ഇപ്പൊ സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 10 രൂപ ഒരു അസറ്റ് സൈഡിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് ടാലി ആവാൻ നമുക്ക് എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുക? എന്ത് കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ബാലൻസ് ഷീറ്റ് ടാലി ആവാൻ? ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാം. വേറൊരു അസറ്റ് കൂട്ടുക. ദാറ്റ് മീൻസ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്ന് ഒരു രൂപ കുറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കറസ്പോണ്ടന്റ് ആയിട്ട് ലയബിലിറ്റി സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? പോകണം. അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ വേറൊരു പേരിൽ ആ എമൗണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത്, ഈ ഹോൾഡിംഗ് കമ്പനീന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സബ്സിഡറി കമ്പനീന്റെ എന്തുമായിട്ടാണ് കണക്ഷൻ വരിക? ഷെയർ ക്യാപിറ്റലുമായിട്ടാണ് എന്ത് വരിക? കണക്ഷൻ വരിക. അപ്പം ഷെയർ ക്യാപിറ്റൽ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, റിസർവ് ആൻഡ് സർപ്ലസും കൂടി അതിന്റെ പാർട്ടായിട്ട് വരും. ഏത് റിസർവ് ആൻഡ് സർപ്ലസ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനമായിട്ടാണ് റിഫ്ലക്ഷൻ വരിക. ഓക്കെ, എനിവേ നമുക്ക് തൽക്കാലം ചെറിയൊരു കാര്യം എടുക്കാം. ഈ ഹോൾഡിംഗ് കമ്പനീന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പിന്നെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റും കേട്ടോ. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത്, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയിൽ മാത്രം ഉള്ളതാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വേറെ കമ്പനിയിൽ അവർക്ക് എന്ത് ചെയ്യാം? ഉണ്ടാവാം. അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. ആസ് ഓഫ് നൗ ഈ ക്വസ്റ്റ്യൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് എവിടെ മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്? സബ്സിഡറി കമ്പനിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പം ബാലൻസ് ഷീറ്റിൽ നിന്ന് എത്ര എമൗണ്ട് പോകും? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്ന് എത്ര എമൗണ്ട് പോകണം? 90 രൂപ പോകണം. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ നിന്ന് എത്ര എമൗണ്ട് പോകണം? 90 രൂപ പോകണം. 90 രൂപ പോകണം. അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യണം? വേറൊരു പേരിൽ ഫില്ല് ചെയ്യണം. അപ്പൊ സിംപ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഹോൾഡിംഗ് കമ്പനീന്റെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പോകുമ്പോൾ കറസ്പോണ്ടന്റ് ആയിട്ട് സബ്സിഡറി കമ്പനീന്റെ ലയബിലിറ്റി സൈഡിലാണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുക. എവിടെ ഉണ്ടാവുക? സബ്സിഡറി കമ്പനീന്റെ ലയബിലിറ്റിയിൽ. ഗോട്ട് ഇറ്റ്? പക്ഷെ ഈ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് പോകുന്നത്? 90 രൂപയാണ് എന്ത് ചെയ്യുന്നത്? 90 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. 90 രൂപയാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. പേനയുടെ കളർ ഒന്ന് മാറ്റട്ടെ. കമ്പനീന്റെ ഏതാ പോകുന്നത്? ഈ 90 രൂപയാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, ആ 90 രൂപ പോകുമ്പോൾ ലയബിലിറ്റി സൈഡിൽ നിന്ന് എത്ര പോകണം? 90 രൂപ പോകണം. എത്ര പോകണം? 90 പോകണം. പക്ഷെ ശരിക്കും ഇവര് തമ്മിലുള്ള ഇടപാട് വെച്ച് നോക്കുമ്പോൾ ലയബിലിറ്റി സൈഡിൽ നിന്ന് എത്രയേ പോകുള്ളൂ? 63.
40-ന്റെ 30-ന്റെ 90% എന്ന് പറയുമ്പോൾ, സോറി 70% എന്ന് പറയുമ്പോൾ, ഓക്കെ നമുക്ക് സിംപിളി എടുക്കാം. ഈ ഷെയർ ക്യാപിറ്റലിന്റെ എത്ര ശതമാനം മാത്രമാണ് ആർക്ക് അവകാശപ്പെട്ടിട്ടുള്ളത്? ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടിട്ടുള്ളത്. അതേപോലെ ഈ 40 രൂപയെ നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. കാരണം എന്താണ്? പ്രീയും ഉണ്ട്, പ്രീ എന്ന് പറയുന്നത് 30 ഉണ്ട്, പോസ്റ്റ് എന്ന് പറയുന്നത് 10 ഉണ്ട്. 10 അവിടെ തൽക്കാലം മാറ്റി വെക്കുക. പ്രീ എത്രയുള്ളത്? നമ്മൾ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവിടെയുള്ള റിസർവ് ആൻഡ് സർപ്ലസിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഷുഡ് ബി കോൾഡ് ആസ് നെറ്റ് അസറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ നെറ്റ് അസറ്റ് ആണ് എത്ര? 30 പ്ലസ് 60 90 രൂപ. ഇനി കുറച്ചും കൂടി സിമ്പിൾ പറയുകയാണെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞ ടേം എടുക്കാം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആസ്പെക്ടിൽ എന്ത് ചെയ്യാം? അതിനെ നെറ്റ് വർത്ത് ആയിട്ട് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. നെറ്റ് വർത്ത് എത്രയാണ് ടോട്ടൽ ഉള്ളത്? 100 രൂപയാണ്. 100 അല്ല, 60 പ്ലസ് 30 എത്ര വരും? 60 പ്ലസ് 30 എത്ര വരും? 90 രൂപ വരിക. ഈ 90 രൂപയുടെ 70% കിട്ടാനാണ് കമ്പനി എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 90 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ മാത്രം ഇൻഡിവിജ്വലി എടുക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റലിന്റെ 70% എടുക്കുക. 60-ന്റെ 70% എത്ര വരും? 42 രൂപ വരും. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ 30 രൂപ എടുത്തു കഴിഞ്ഞാൽ 30-ന്റെ 70% എത്ര വരും? 21 രൂപ വരും. ഓക്കെ, ടോട്ടൽ 63 രൂപയുടെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുന്നുള്ളൂ? ഈ 90 രൂപ മുടക്കിയിട്ടും ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര രൂപയുടെ ബെനിഫിറ്റേ ഉള്ളൂ? 63 രൂപയുടെ ബെനിഫിറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ സാധാരണ ഒരു കച്ചവടം നടത്തുമ്പോൾ 63 രൂപയുടെ സാധനത്തിന് 90 രൂപ കൊടുത്താൽ നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന പൈസ നമ്മൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ അക്കൗണ്ട് ചെയ്യുക? എങ്ങനെയാണ്? ക്യാപിറ്റൽ അവിടെ തെറ്റി. ഇതുവരെയല്ല നിങ്ങൾ കറക്റ്റ് ആയിരുന്നു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? സാറില്ല, കുഴപ്പമില്ല. അത് നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. ഈ കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ പൊതുവെ കുട്ടികൾ തെറ്റിക്കുന്നത് അറിയാതുകൊണ്ടെന്നല്ല. എന്തല്ല, ഏത് പ്രോബ്ലവും തെറ്റിക്കുന്നത് എന്തുകൊണ്ടല്ല? അറിയാത്തത് കൊണ്ടല്ല, നമ്മുടെ ശ്രദ്ധ എവിടെയോ എന്തായി പോകുന്നതുകൊണ്ടാണ്, ജസ്റ്റ് മാറിപ്പോകുന്നതുകൊണ്ടാണ്. എനിവേ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ക്യാപിറ്റൽ റിസർവ് അല്ല, നമ്മൾ കൊടുത്ത പൈസ കൂടുതലും നമുക്ക് കിട്ടിയത് എന്തുമാണ്? കിട്ടിയത് കുറവാണ്. 90 രൂപ കൊടുത്തിട്ട് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 63 കിട്ടിയിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി ആലോചിക്കുക. ഈ 90 രൂപ കൊടുത്ത സമയത്ത് ആ കമ്പനിയുടെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 90 ആണ്. അതിന്റെ 70% ആർക്ക് അവകാശപ്പെട്ടിട്ടുള്ളൂ? ഹോൾഡിംഗ് കമ്പനിക്ക്. അത് കണക്ക് കൂട്ടിയാൽ എത്രേ വരുള്ളൂ? 63 വരുള്ളൂ. അതിന്റെ അർത്ഥം ലയബിലിറ്റി സൈഡിൽ നിന്ന് എത്രയേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 63 എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അസറ്റ് സൈഡിൽ നിന്ന് എത്ര പോയി? 90 പോയി. അങ്ങനെയാണെങ്കിൽ ഈ ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഈ ബാലൻസ് ഷീറ്റ് ടാലിയാക്കണ്ടേ? അസറ്റ് സൈഡിൽ നിന്ന് 90 പോയി, അത് കറക്റ്റ്. ലയബിലിറ്റി സൈഡിൽ നിന്ന് നമ്മൾ തമ്മിലുള്ള മ്യൂച്വൽ ഇടപാട് വെച്ചിട്ട് എത്രേ പോകാൻ പറ്റുള്ളൂ? 63 പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 63 പോയി കഴിഞ്ഞാൽ ബാക്കി 27 രൂപയുടെ എന്ത് വരും? വ്യത്യാസം വരൂലേ? അങ്ങനെ ഈ വ്യത്യാസം മേക്കപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ വ്യത്യാസം മേക്കപ്പ് ചെയ്യാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ലയബിലിറ്റി സൈഡിൽ നിന്ന് 27 രൂപയും കൂടി എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. പക്ഷെ എന്തെന്ന് പറഞ്ഞിട്ട് എലിമിനേറ്റ് ചെയ്യും? ഇവര് തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഇടപാടുണ്ടോ? വല്ല ഇടപാടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ഈ 27 രൂപ റീപ്ലേസ് ചെയ്യണം. 27 രൂപ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ആ 27 രൂപയെ നമ്മൾ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ ഗുഡ്വില്ല് എന്നുള്ള പേരിൽ എന്ത് ചെയ്യും? അവിടെ എഴുതി വെക്കും. ഗുഡ്വില്ല് എന്നുള്ള പേരിൽ എന്ത് ചെയ്യും? എഴുതി വെക്കും. അപ്പൊ ആ കാര്യം ടാലി ആയല്ലോ. ടാലി ആയില്ലേ? ഇനി 30-ല് ഇനി എത്രയുണ്ട്? ഈ 90 രൂപയിൽ 63 രൂപ ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം 90 രൂപയുടെ 30% ആർക്ക് അവകാശപ്പെട്ടതാ? മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന്. ദെൻ ആ 90 രൂപയുടെ 30% എന്ന് പറഞ്ഞാൽ 27 രൂപ വരും. ആ 27 രൂപ ആർക്ക് അവകാശപ്പെട്ടത്? ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. ആ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ പറയുന്ന പേര് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയും. പറയും മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ദെൻ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സബ്സിഡറി കമ്പനീന്റെ ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യില്ല? കാണിക്കില്ല.
റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഹെഡും എന്ത് ചെയ്യില്ല, കാണിക്കില്ല. ദെൻ ആ റിസർവ് ആൻഡ് സർപ്ലസ് പ്രീയും പോസ്റ്റും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, പല രീതിയിൽ അത് മാറും. അപ്പൊ പ്രീന്റെ ഈ 40 30 ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പോയി. 30 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇനി ഈ റിസർവ് ആൻഡ് സർപ്ലസിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്, 10 രൂപ. ഈ 10 രൂപ എന്ത് ചെയ്യണം, അതും ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10ന്റെ 70% എത്ര, 7 രൂപ. ഈ 7 രൂപ നേരെ എടുത്തിട്ട് എങ്ങോട്ട് വിട്ടോണം, 7 രൂപ നേരെ എടുത്തിട്ട് എന്ത് ചെയ്തോണം, ഇവരുടെ റിസർവ് ആൻഡ് സർപ്ലസിന്റെ കൂടെ എന്ത് ചെയ്തോണം, ആഡ് ചെയ്തോണം. അപ്പൊ ഒരു 3 രൂപയില്ലേ, ഈ 3 രൂപ ആരുടെ കൂട്ടിക്കൊന്നു, മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ എമൗണ്ടിൽ എന്ത് ചെയ്തോണം, ആഡ് ചെയ്തോണം. ദെൻ ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ എത്ര പോയി, ഷെയർ ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസും കൂടി ടോട്ടൽ എത്ര എമൗണ്ട് പോയി, ലയബിലിറ്റി സൈഡിൽ ഇപ്പൊ എത്ര പോയി, 100 രൂപ പോയി. എത്ര പോയി, 100 രൂപ പോയി. 70 രൂപ നമ്മള് ഹോൾഡിംഗ് കമ്പനീന്റെയിലും ആയിട്ടും എല്ലാം എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്ത് പോയി. 30 രൂപ എവിടെ വന്നു, ഈ 27ന്റെ കൂടെ 3 കൂടി കൂട്ടിയാൽ എത്രയായി, 30 അപ്പൊ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം 30 രൂപ നമ്മൾ എന്ത് ചെയ്യും, ആ ഹോൾഡിംഗ് കമ്പനീന്റെ ഇടപാട് കഴിച്ച് ബാക്കിയുള്ള ഷെയർ ക്യാപിറ്റലും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജും ഏതിലേക്ക് ആഡ് ഓൺ ചെയ്തു, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആഡ് ഓൺ ചെയ്തു. ആക്ച്വലി ലയബിലിറ്റിന്ന് എത്ര തന്നെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നിന്ന് എത്ര പോകുന്നുണ്ട്, 100 രൂപ പോകുന്നുണ്ട്, ഇല്ലാണ്ടാവുന്നുണ്ട്. പക്ഷെ ആ 100 രൂപയിൽ വരുന്ന ഡിഫറൻസ് നമ്മുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ബാക്ക് ചെയ്യുന്നു. ഇനി നമ്മളെ പരിപാടികളൊക്കെ തീർന്നു. ഇനി എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ ഫിഗറിൽ എന്ത് ചെയ്താൽ മതി, എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ഇപ്പൊ ഈ കേസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഗുഡ് വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റും ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ദെൻ എവിടെയൊക്കെയാണ് ഇമ്പാക്ട് വരിക എന്നുള്ളത് ജസ്റ്റ് റഫായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ സാധാരണഗതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇത് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ ഒരു പണിയില്ല കേട്ടോ. ഇനി ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തില്ല, ഒരു പണിയും ഇല്ല. അങ്ങനെ പണിയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ശരിക്കും കൺസോൾട്ടേഷൻ. ടോട്ടൽ എത്ര, 30 രൂപ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് പോയി. ലയബിലിറ്റി സൈഡിൽ നിന്ന് എത്രയാണ് പോകുന്നത്, 100 രൂപയാണ് പോകുന്നത്, ഇല്ലാണ്ടാവുന്നത്. ആ 100 രൂപയിൽ എത്ര രൂപ റീപ്ലേസ് ആവുന്നുണ്ട്, 37 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ആവുന്നുണ്ട്. 30 രൂപ ഗുഡ്വില്ലും 7 രൂപ ഏതിലും വരുന്നുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസിലും വരുന്നുണ്ട്. 7 രൂപ റിസർവ് ആൻഡ് സർപ്ലസ് വരും. ബാക്കി 63 രൂപ എന്തായി പോകുന്നു, എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അപ്പൊ 63 രൂപ ലയബിലിറ്റിയിൽ നിന്ന് പോയി, 63 രൂപ അസറ്റ് സൈഡിൽ നിന്നും പോയി. ബാക്കിയുള്ള 27 രൂപ അസറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്തു, ഗുഡ്വില്ലായിട്ട് എന്ത് ചെയ്തു, ട്രീറ്റ് സംഗതി. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ബാക്കിയുള്ള കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചോപ്പ് കാര്യങ്ങൾക്ക് എന്തില്ല, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചോപ്പിൽ എഴുതിയ കാര്യങ്ങൾക്ക് എന്തില്ല, ഈ ക്വസ്റ്റ്യനിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളാം, നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഈ 110ന്റെ കൂടെ 70 കൂടി എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. കറന്റ് അസറ്റിന്റെ കൂടെ 50ന്റെ കൂടെ 60 എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. ലയബിലിറ്റിന്റെ 50ന്റെ കൂടെ ഈ 20 രൂപ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. കറന്റ് ലയബിലിറ്റി 40ന്റെ കൂടെ ഈ 10 രൂപ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞുതരാൻ പറ്റും, ചെയ്ത് പഠിച്ച ആൾക്കാരാണെങ്കിൽ. എന്തേലും ഉണ്ടോ? സെക്കൻഡ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് കറക്റ്റ് അറിയുന്നില്ല. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് പാസ് ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സാം ക്വാളിഫൈ ചെയ്യാം? സർ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണ് കുഴപ്പം? വാ തുറന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ചാറ്റ് ബോക്സ് ഞാൻ തന്നെ നോക്കട്ടെ. എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ
100% ഹോൾഡിംഗ് ആണെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഈ സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മുഴുവനായിട്ടും എലിമിനേറ്റ് ചെയ്യും. അതേപോലെ റിസർവ് ആൻഡ് സർപ്ലസും മുഴുവനായിട്ട് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. പക്ഷെ റിസർവ് ആൻഡ് സർപ്ലസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. ഒന്ന്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടോ എന്ന് നോട്ട് ചെയ്യും. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സെഗ്രിഗേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യണം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അത് രണ്ടും എന്ത് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യണം. പ്രീ കോസ്റ്റിൽ എന്തുണ്ട്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ നിന്ന് ശരിക്കും ഇല്ലാണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലും ഇല്ലാണ്ടാവും, അതേപോലെ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ എമൗണ്ടും ഇല്ലാണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100% ഇല്ലാണ്ടാവുന്നത്. ആ 100% ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹോൾഡിംഗ് കമ്പനിക്ക് ഉള്ള അത്രയും പെർസെന്റേജ് മാത്രമേ എന്താവാൻ പാടുള്ളൂ, എലിമിനേറ്റ് ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജിനെ നമ്മൾ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേരാണെന്ത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 100 രൂപയാണ് പോകുന്നത്. ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 100 രൂപയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നിന്ന് പോകുന്നത്. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. 100 രൂപ എന്തായാലും പോകും. അതിൽ 90 രൂപ എന്താണ്, ഈ അക്വസിഷൻ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട 90 രൂപയാണ്. അക്വസിഷൻ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട 90 രൂപയാണ്. ബാക്കി 10 രൂപ എന്ന് പറയുന്നത് അക്വസിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ്. അക്വസിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 100 രൂപ എന്ത് ചെയ്ത് പോകണം, എലിമിനേറ്റ് ചെയ്ത് പോകണം. അപ്പൊ നമ്മൾ ആ 90 എടുക്കുക, അക്വസിഷൻ ചെയ്യുന്ന സമയത്തുള്ള 90 രൂപ എടുക്കുക. 90 രൂപ എടുത്തിട്ട് എന്ത് ചെയ്യാം, അത് ഹോൾഡിംഗ് കമ്പനീന്റെ പെർസെന്റേജ് എത്രയാണോ അവർക്ക് ഒരു എമൗണ്ട് പ്രപ്പോർഷൻ ചെയ്യുക. അതേ സമയം മൈനോറിറ്റി ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്യുക. അപ്പൊ 90 രൂപയുടെ 70% എത്ര വരും, 90 രൂപയുടെ 70% എത്ര വരും, 90 രൂപയുടെ 70% എത്ര വരും, 63 രൂപ വരും. ബാക്കി അത് 70% 63 വരും. ബാക്കി റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ബാക്കി റിസർവ് ആൻഡ് സർപ്ലസ് അല്ല, ടോട്ടൽ എടുക്കുക. ഈ 100 ആണ് നമുക്ക് പോകേണ്ടത്. ശരിക്കും എത്രയാ പോകേണ്ടത്, ഇത് രണ്ടും കണക്ക് കാണിക്കൂല. ഈ പേരിൽ എന്ത് ചെയ്യില്ല, ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും കണക്ക് കാണിക്കൂല. റിസർവ് ആൻഡ് സർപ്ലസ് എന്ത് ചെയ്യില്ല, കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ കാണിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പോകണം. അപ്പൊ 100 രൂപ മൊത്തം പോകുന്നുണ്ട്. ആദ്യം നിങ്ങൾ ചിന്തിക്കുക, 100 രൂപ മൊത്തം പോകുന്നു, പോകേണ്ടത് എത്രയാണ്, 100 രൂപയാണ്. ആ 100 രൂപയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഷെയർ ക്യാപിറ്റലും ക്യാപിറ്റൽ പ്രോഫിറ്റും കൂടിയിട്ട് ടോട്ടൽ എത്രയുണ്ട് നോക്കുക. ആ 100 രൂപയിൽ ഷെയർ ക്യാപിറ്റലും ക്യാപിറ്റൽ പ്രോഫിറ്റും കൂട്ടിയിട്ട് എത്രയുണ്ട് നോക്കുക. എത്ര വരും, 60 പ്ലസ് 40 30 രൂപയാണ് നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസ് ഉള്ളത് അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലേ? ഇത് മൊത്തം 90 വരും. ഇത് എത്ര വരും, ഈ 90-ല് 70% ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹോൾഡിംഗ് കമ്പനി. 30% ആയിരിക്കും അവകാശപ്പെട്ടതാ, ഹോൾഡിംഗ് കമ്പനിയായിട്ട് ബന്ധമില്ലാത്ത വേറെ ഏതോ ആൾക്കാർക്ക് അവകാശപ്പെട്ടതാണ്. ഹോൾഡിംഗ് കമ്പനിയായിട്ട് ബന്ധമില്ലാത്ത വേറെ ആയിരിക്കും അവകാശപ്പെട്ടതാണ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ, കണക്കിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം അതൊരു തേർഡ് പാർട്ടി ലയബിലിറ്റി ആണ്. എന്താണ് തേർഡ് പാർട്ടി ലയബിലിറ്റി ആണ്. തേർഡ് പാർട്ടി ലയബിലിറ്റി നമുക്ക് കണക്കൊന്നും ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ എന്റെ വീട്ടില് ഞാൻ എന്റെ അനിയനൊരു 1000 രൂപ കടം കൊടുത്തു. ദെൻ അനിയൻ എനിക്ക് 1000 തരാനുണ്ട്. അപ്പൊ ഇത് കുടുംബത്തിന്റെ മൊത്തം സ്വത്ത് നോക്കുമ്പോൾ ഈ 1000 രൂപ എന്റെ ബാലൻസ് ഷീറ്റിൽ ഞാൻ കൊടുത്തു എന്നും മറ്റവൻ എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാണിക്കും ഡെപ്റ്റേഴ്സിൽ. എന്റെ അനിയൻ എന്ത് ചെയ്യും, അത് ക്രെഡിറ്റേഴ്സ് കാണിക്കും. എന്താ സംഭവിക്കുക, രണ്ടാളുടെയും ഇൻഡിവിജ്വൽ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ട് രണ്ടാളുടെയും ബാലൻസ് ഷീറ്റിൽ 10,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ടാവൂല്ലേ ചെയ്യാം. ഫാമിലി ആസ് എ ഹോൾ എടുക്കുമ്പോ ഓൾറെഡി ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡ്യൂപ്ലിക്കേഷൻ വരൂലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ എന്റെ അനിയന് കൊടുത്ത പൈസ അല്ലേ, അനിയന് കൊടുത്ത പൈസ അല്ലേ. അപ്പൊ ഒരു കുടുംബമായിട്ട് എടുക്കുമ്പോ പുറത്തുള്ള ഞാൻ അനിയന് കൊടുത്തത് എലിമിനേറ്റ് ചെയ്ത് പോകണം. പുറത്തൊരാൾക്ക് 1000 അനിയൻ കൊടുക്കാനുണ്ട്, അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ?
കുടുംബത്തിന്റെ മൊത്തം എടുക്കുമ്പോൾ അനിയൻ പുറത്തുള്ള ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇല്ലല്ല. ഓക്കെ. ദാറ്റ്സ് എ പോയിന്റ്. ഓ. ഓക്കെ, അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ 30 രൂപ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പൊ 90 രൂപ മതി. 100 രൂപയാണ് മൊത്തം പോകേണ്ടത് അല്ലേ? 100 രൂപയല്ലേ മൊത്തം പോകേണ്ടത്. ഇനി ബാക്കി എത്ര ഉണ്ടാവും? 10 രൂപ. ഈ 10 രൂപ എന്ന് പറയുന്നത് ഇവരെ ഈ പൈസ ഇട്ടതിന് ശേഷം കച്ചവടം ചെയ്തിട്ട് കിട്ടിയ ലാഭമാണ്. അപ്പൊ അതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ കമ്പനിയിൽ ഉണ്ടാവുന്ന ലാഭത്തിന്റെ 70% അവകാശം ആയിരിക്കാണ്? ഹോൾഡിംഗ് കമ്പനി. അപ്പൊ ആ 70 രൂപ റവന്യൂ പ്രോഫിറ്റ്, 7 രൂപ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് കിട്ടാനുള്ളതായിട്ട് കാണിക്കണം? ഹോൾഡിംഗ് കമ്പനി. അപ്പൊ ഹോൾഡിംഗ് കമ്പനിയിൽ ഓൾറെഡി ഒരു റിസർവ് ആൻഡ് സർപ്ലസ് ഇവിടെ ഉണ്ടല്ലോ, 60 രൂപ. അതിന്റെ കൂടെ 7 രൂപയും കൂടി കിട്ടാനുള്ളതായിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പൊ പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള 10 രൂപയിൽ 70% ഓക്കെ ഹോൾഡിംഗ് കമ്പനിക്ക്, അതിനകത്ത് ഒരു 3 രൂപ ആയിരിക്കും അവകാശപ്പെട്ടതാ? സബ്സിഡറിക്കല്ല, മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓൾറെഡി ഇപ്പൊ എത്രയുണ്ട്? 27 രൂപയുണ്ട്. 27 രൂപയുണ്ട്. അതിന്റെ കൂടെ എന്തും കൂടി കൂട്ടുക, ഒരു 3 രൂപയും മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഇവര് തമ്മിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി. ഇനി ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് എവിടെ ചെയ്യണം? ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 30 രൂപ എന്ത് ചെയ്താൽ മതി? ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൺസോളിഡേഷൻ പരിപാടിയായി. എന്ന് വെച്ച് ഇത് ഏറ്റവും ബേസിക് ലെയർ ആണ്. നമ്മളിത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എന്ത് വരും? ഫർദർ കുറെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ സാധാരണഗതിയിൽ ഇത് ചെയ്ത് പഠിച്ച ആൾക്കാരാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഇപ്പൊ എക്സാം എഴുതാൻ പോകുമ്പോൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. സർ താങ്ക് യു. താങ്ക് യു എന്ന് പറഞ്ഞ് പോയോ? അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യണോ വേണ്ടയോ? എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ തരുന്നോ അല്ല ഞാൻ തന്നെ തന്നാ മതിയോ? സാർ തന്നെ. അല്ല, എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഞാൻ CA-ന്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ വേണം? എങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണം? നല്ല ടൈറ്റ് ആയിട്ടുള്ള വേണോ അല്ല സിമ്പിൾ ആയിട്ടുള്ള വേണോ? ടൈറ്റ് ആണ്. മാക്സിമം വരുന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് ചെയ്യുമ്പോ അറിയാലോ എത്രയാണ് വരിക എന്നുള്ളത്. പിന്നെ ഏത് പ്രോബ്ലം കിട്ടും ചെയ്യാൻ പറ്റില്ല. ഡിപ്പെൻസ് ആണ്. കാരണം ഒരു 8 കാര്യങ്ങളാണ് നമ്മൾ ഈ കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര കാര്യങ്ങൾ? 8 കാര്യങ്ങൾ. 8 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ എണ്ണി പറഞ്ഞതാണ്. 8 അല്ല, നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺസോൾട്ടേഷന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി മാറ്റർ ആണ്. എനിവേ നമുക്ക് നോക്കാം. എന്തായാലും ഇതുവരെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എടുക്കണം അല്ലേ? ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. ഞാൻ എവിടെയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഒരു ക്വസ്റ്റ്യൻ വേണ്ടതായിട്ടുണ്ട്.
ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളതിൽ ഏറ്റവും നല്ലത് തന്നെ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ കാണാവോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാല് കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ഈ സബ്സിഡറി കമ്പനിയുടെ അസറ്റ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യും. റീവാലുവേഷൻ ചെയ്യും. ഈ റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് അസറ്റിന്റെ വാല്യൂ ചിലപ്പോൾ കൂട്ടി കാണിക്കും അല്ലെങ്കിൽ കുറച്ച് കാണിക്കും. അസറ്റിന്റെ വാല്യൂ ചിലപ്പോൾ കൂട്ടി കാണിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് കാണിക്കും. ഒരുപാട് കൂട്ടി കാണിക്കാൻ കുറച്ച് കാണിക്കും. സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് നിയമപ്രകാരമോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരമോ ഈ പറയുന്ന എമൗണ്ട് ഒന്നും അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. നിയമപ്രകാരം പറ്റില്ല. റീവാലുവേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ റീവാലുവേഷൻ ചെയ്തിട്ട് അസറ്റിന്റെ വിലയൊക്കെ കൂട്ടിയ പൈസക്ക് ആയിരിക്കും ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ കൂടെ എന്തും കൂടി വരും, ഒരു ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് വരും. ഇതൊരു ഡിപ്രീസിയേഷൻ. അപ്പൊ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയുന്നതാണ്, നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. കാരണം ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ മേ ബി ഞാൻ പറയുന്നത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്താവില്ല, ഡൈജസ്റ്റ് ആവില്ല. കാരണം നിങ്ങൾ ഈ അക്കൗണ്ടൻസി പഠിക്കുന്നത് ഈ രീതിയിലൊന്നും ആയിരിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെത്തഡോളജി എന്ത് ചെയ്യാൻ പറ്റുന്ന വരില്ല, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന വരില്ല. എന്നാലും ഞാനൊന്ന് ഓവറോൾ പറയാം. ഒന്ന് ഡേറ്റ് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ക്ലാരിഫൈ ചെയ്തു തന്നു. ആ ഡേറ്റിലുള്ള റിസർവ് ആൻഡ് സർപ്ലസിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, പോസ്റ്റ് അക്വിസിഷനും പറഞ്ഞു. ഈ ഫസ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് അക്വിസിഷന്റെ സമയത്ത് ചിലപ്പോൾ അസറ്റ് എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യും. ഈ റീവാല്യൂ ചെയ്തിട്ട് ചിലപ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റോ ക്യാപിറ്റൽ ലോസോ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് സബ്സിഡറി കമ്പനിയുടെ ഡിപ്രീസിയേഷനിൽ അതിന്റെ ഇമ്പാക്ട് വരും. അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ എന്ത് വരും, കൂടുതലോ കുറവോ വരും. അക്കോർഡിംഗ് ടു ദ ഡിപ്രീസിയേഷൻ. നമ്മളെങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് സംഭവം വരും. ഓക്കെ, ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നിന്ന് ചിലപ്പം സബ്സിഡറി കമ്പനി എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ടാവും. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡന്റ് ഒരു കമ്പനിക്ക് കിട്ടിയാൽ, ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടിയാൽ, അത് ഒരിക്കലും P&L അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു കമ്പനി, ഒരു കട, സിമ്പിൾ ആയിട്ട് പറയാം, ഞാനൊരു കട ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരാളിൽ നിന്ന് വാങ്ങിച്ചു. 80 രൂപ ആ കടക്ക് ശരിക്കും വിലയുള്ളൂ. ഞാൻ കൊടുത്തത് എത്രയാണ്, 100 രൂപ. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ 80 രൂപ വരെയുള്ള സാധനത്തിന് 100 രൂപ കൊടുത്താൽ 20 രൂപ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഗുഡ്വിൽ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കൊടുത്തു എന്ന് വെച്ചു. ഞാൻ കട വാങ്ങിച്ച് പിറ്റേ ദിവസം തന്നെ ആ കടയിലേക്ക് കിട്ടാനുള്ള ഒരു പൈസ, കിട്ടാക്കടം എന്ന് എഴുതി തള്ളിയ ഒരു പൈസ, ഒരു മാന്യൻ ഒരു 10 രൂപ എന്ത് ചെയ്തു, കടയിലേക്ക് കൊണ്ടെത്തുന്നു. അങ്ങനെ കൊണ്ടെത്തന്നു കഴിഞ്ഞാൽ ഈ 10 രൂപ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, നമ്മളെ ലാഭമായിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞതായിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഞാൻ ഇന്നലെ കട വാങ്ങിച്ചു, ഇന്നെല്ലാം സെറ്റിൽമെന്റ് കഴിഞ്ഞു, നാളെ രാവിലെ ആയപ്പോ എന്ത് ചെയ്തു, ആ കടയിലേക്ക് മുമ്പാരോ കൊടുക്കാനുള്ള ഒരു പൈസ ഒരു സുപ്രഭാതത്തിൽ ഒരു 10 രൂപ എന്ത് ചെയ്തു, കൊണ്ടെത്തുന്നു. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, ഞാൻ 100 കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് 10 രൂപ എന്ത് ചെയ്തു, പെട്ടെന്ന് കിട്ടി. അപ്പൊ ഞാൻ എന്താ കണക്കാക്കേണ്ടത്, ഇത് ഏത് കണക്കിൽ എഴുതാൻ പാടുള്ളൂ, എന്റെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഈ 10 രൂപ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. അപ്പൊ എന്റെ ഇൻവെസ്റ്റ്മെന്റിന് എത്ര വരുള്ളൂ, 90 വരുള്ളൂ. അപ്പൊ അവിടുത്തെ ഗുഡ്വില്ലിൽ എന്ത് വന്നു, 10 രൂപയുടെ വ്യത്യാസം വന്നില്ലേ? അപ്പൊ പ്രീ അക്വിസിഷൻ ഡിവിഡന്റ് കിട്ടിയാൽ ഒരിക്കലും ഹോൾഡിംഗ് കമ്പനി എവിടെ കാണിക്കാൻ പറ്റില്ല, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. അക്കൗണ്ടിൽ അത് മിക്കവാറും കേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഇത് എവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും, ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ആ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട്
ഈ ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറക്കണം. എന്ത് ചെയ്യണം? കുറക്കണം. ഓക്കെ, അതും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതും എന്താണ്? ഒരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ പഠിക്കുന്ന എങ്ങനെയാണ് മെത്തഡോളജി എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഡിവിഡൻഡ് കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഡിവിഡൻഡ് എന്താ ചെയ്യാം? എന്താ ചെയ്യാ? അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾ ഞാൻ ചെറിയൊരു കാര്യം പറയാം, ഞാൻ അക്കൗണ്ടൻസിന്റെ ത്രൂ ഔട്ട് ക്ലാസ് എടുക്കുന്ന ആളല്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ചോദ്യം വരാറുണ്ടോ? ചോദ്യം വരാറുണ്ടോ? ചോദ്യം വരാറുണ്ടോ? അങ്ങനെ ഒരു ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഈ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, കൊടുക്കാനും വാങ്ങാനും ഉള്ളത് മാത്രമേ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുള്ളൂ? കാണിക്കുള്ളൂ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് എത്ര ദിവസം കൊണ്ട് കൊടുത്തിരിക്കണം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് എത്ര ദിവസം കൊണ്ട് കൊടുത്തിരിക്കണം? അത് പറയില്ലേ? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 30 ദിവസം കൊണ്ട് എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കണം. ഈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ലയബിലിറ്റി എന്ന് പറയാൻ പറ്റുമോ? എല്ലാം കിട്ടാനുള്ളതെന്ന് പറയാൻ പറ്റും. ഇത് ഓൾറെഡി കിട്ടിയില്ലേ? ഓൾറെഡി കിട്ടിയില്ലേ? അപ്പൊ അതിനെന്ത് വരില്ല? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഡിവിഡൻഡ് പെയ്ഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടേംസ് ആണ് ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്. അത് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലാണ് അത് എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, വാട്ടവർ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു CA ഒക്കെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശ്രദ്ധ കുറവാണെന്ന് അറിയില്ല. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് പ്രഖ്യാപിക്കാൻ പറ്റും? ബോണസ് ഷെയർ പ്രഖ്യാപിക്കാൻ പറ്റും. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെ വന്നു? ഈ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടു വന്നു. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ നമ്മൾ അക്വിസിഷൻ ചെയ്ത് കൺട്രോളിങ് കിട്ടുന്നത് ഏപ്രിൽ 1-നാവാം, ജൂലൈ 1-നാവാം, ഒക്ടോബർ 1-നാവാം, ഡിസംബർ 31-നാവാം, ജനുവരി 1-നാവാം, അങ്ങനെയൊക്കെ പല ഡേറ്റിൽ വരാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ഡേറ്റിനാണോ കൺട്രോളിങ് പവർ കിട്ടുന്നത് അന്നത്തെ ദിവസം ആ കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ എന്ത് പ്രോഫിറ്റ് ആണ്? ആ കിട്ടുന്ന ദിവസം അതൊക്കെ എന്ത് പ്രോഫിറ്റ് ആണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിനെ ബൈഫർക്കേഷൻ ചെയ്യേണ്ടി വരും. ഇക്കൊല്ലം കിട്ടിയ പ്രോഫിറ്റിന് പ്രീയും പോസ്റ്റും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പ്രീയും പോസ്റ്റും ചെയ്യേണ്ടി വരും, സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ഒരു ഏരിയയിൽ തന്നെ ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേജർ പണി കഴിഞ്ഞു. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ കിട്ടും? ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കിട്ടും, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കിട്ടും, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അക്വിസിഷന്റെ ഡീറ്റെയിൽസും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്ത് കിട്ടും? സെഗ്രിഗേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള ഇവര് തമ്മിലുള്ള എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ, എലിമിനേറ്റ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആണ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക്. അതേപോലെ മ്യൂച്വൽ ഓയിങ്സ്. ഇപ്പം ഹോൾഡിംഗ് കമ്പനിക്ക് ഒരു 50,000 രൂപ ആര് കൊടുക്കാനുണ്ട്? സബ്സിഡറി കമ്പനി കൊടുക്കാനുണ്ട്. അപ്പൊ ഹോൾഡിംഗ് കമ്പനിന്റെ ബാലൻസ് ഷീറ്റിൽ എന്ത് കാണിക്കും? സബ്സിഡറി കമ്പനി തരാനുള്ള 50,000 കാണിക്കും, ഡെപ്റ്റേഴ്സ് കാണിക്കും. സബ്സിഡറി കമ്പനിന്റെ ലയബിലിറ്റി സൈഡിൽ എന്ത് കാണിക്കും? ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ 50,000 രൂപ കാണിക്കും. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് പോകണം? എലിമിനേറ്റ് ചെയ്ത് പോകണം. ഇതാണ് സംഭവം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നു. എന്താ വേണ്ടേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ ചെയ്യണോ? എനിക്കറിയില്ല, നിങ്ങൾ പറയും പോലെ. പാർഷ്യൽ ഡിസ്പോസൽ കിട്ടല്ലേ? നോക്കാം. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണാം. ഇത് മൾട്ടിപ്പിൾ അക്വിസിഷൻ ആണ്. ആദ്യം തന്നെ അത് ചെയ്താൽ നിങ്ങൾക്ക് മതി. മൾട്ടിപ്പിൾ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു അക്വിസിഷൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു അക്വിസിഷൻ ചെയ്യാന്നുള്ളതാണ്. ഒരു മിനിറ്റ്.
ഇന്നത്തെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ സ്റ്റഡി മെറ്റീരിയലില്. എവിടെ സാധനം? ഞാൻ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാന്ന് വെച്ചാൽ കാണുന്നില്ല എന്നുള്ളത്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 2 ചെയ്യാൻ പറ്റുമോ? 2 എവിടെയുള്ള ലാസ്റ്റ് ഉണ്ടാവും എച്ച് ആൻഡ് എസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്നതെന്തോ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊന്നും കുഴപ്പമുണ്ടെങ്കിലോ. എച്ച് ആൻഡ് എസ് എന്ന് പറയാൻ ഹോൾഡിംഗ് കമ്പനി, എസ് എന്ന് പറഞ്ഞാല് എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് രണ്ട് കമ്പനി. എത്രയാണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ? എത്രയാ? 2 4 2 ഇതാണോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 2? ഇതാണോ? നമ്മള് മാറിയിക്കണം പുതിയ ടെക്സ്റ്റില്, പഴയ ടെക്സ്റ്റ് ആണ്. ഇതാണോ എച്ച് ലിമിറ്റഡ്? അതെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണോ? അതെ. ഈ 500 200 വരുന്നതാണോ? അതല്ല കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ആയിക്കോട്ടെ, വലുതായിക്കോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, പുതിയ ബുക്കാണ് ഇത്. ഏത് ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. കഴിഞ്ഞ എഡിഷൻ ഉള്ളതാ. നിങ്ങളൊരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് വാട്സപ്പ് ഇട്ടോ, ആ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. എന്നാൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻ നോക്കാലോ. ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ഇട്ടോ, ഞാൻ നോക്കിക്കോളാം. വേഗം, സമയമില്ല. അയച്ചോ? എപ്പോഴാ? ക്വസ്റ്റ്യൻ ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ലേ? കിട്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യന്റെ ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം 2 ലക്ഷം വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ഇതാണോ നീ പറഞ്ഞ വലിയ ക്വസ്റ്റ്യൻ? ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. 3-4 പേജ്, 3 പേജ്. ആ ക്വസ്റ്റ്യനോ? ക്വസ്റ്റ്യന് 3 അല്ല 1.5 പേജ് ഉണ്ടോ? ആ ചെറിയ സാധനം എ ബി ലിമിറ്റഡ് ആണോ, എച്ച് ലിമിറ്റഡോ എസ് ലിമിറ്റഡോ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മിനിറ്റ്. പേജ് നമ്പർ ഇത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഷെയർ ക്യാപിറ്റല് ഇഷ്യൂഡ് ഓതറൈസ്ഡ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. കുഴപ്പമില്ല. അപ്പോ ആ ക്വസ്റ്റ്യനില് പെയ്ഡ് അപ്പ് ക്യാപിറ്റല് 12,000
സബ്സിഡറി കമ്പനിയുടെ എത്രയാണ്? 4800 ആണ്. 4800. പേജ് നമ്പർ 1049 ആണ്. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ ജനറൽ റിസർവ് എത്രയാണെന്ന് ഞാൻ കാണുന്നില്ല, ക്ലിയർ ഇല്ല. 2700. വേണ്ട, കുഴപ്പമില്ല. 2784 1380. പി ആൻഡ് അക്കൗണ്ട് തന്നിട്ടുണ്ട് 1620. നമ്മുടെ ഏത് മാത്രമേ നോക്കണ്ടുള്ളൂ? സബ്സിഡറി കമ്പനീന്റെ മാത്രം നോക്കിയാൽ മതി. ബിൽസ് പേബിൾ, ട്രേഡ്സ് പേബിൾ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എത്രയാ? 394. ഡിവിഡന്റ് പേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ടും തന്നിട്ടുണ്ട്. ഡിവിഡന്റ് പേബിൾ ആർക്ക് മാത്രമേ ഉള്ളൂ? ഹോൾഡിംഗ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. ഡിവിഡന്റ് പേബിൾ ഹോൾഡിംഗ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ്. അത് കൃത്യമായിട്ട് നോക്കുക. ആരുടെ? ഹോൾഡിംഗ് കമ്പനിയുടെ. എത്രയുള്ളത്? 3000 വാങ്ങിച്ചിട്ടുള്ളത്. എത്ര എണ്ണ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? 180 lakh shares. 180 lakh shares. അഡ്ജസ്റ്റ്മെന്റ് ഞാനൊരു പുതിയൊരു പിക്ചർ ഇട്ടിരുന്നു, ക്ലിയർ അല്ല. എച്ച് ലിമിറ്റഡ് 180 lakhsന്റെ ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിച്ചിട്ടുണ്ട്. 180 lakhs shares in S Limited on 31st March 2016 when the balance of general reserve and P&L account of company stood at 3000 and 1200 lakh respectively. അങ്ങനെയല്ലേ? Yes. Okay. ബാലൻസ് ഷീറ്റ് ഡേറ്റ് എപ്പോഴായിരുന്നു? 31st March. അത് ഏത് കൊല്ലാണ്? 2017. ഓക്കെ, വെരി ഗുഡ്. കുഴപ്പമില്ല. അപ്പൊ ഓൺ 1st April 2016 എസ് ലിമിറ്റഡ് ഡിക്ലെയർ എ ഡിവിഡന്റ് 20% ഫോർ ദ ഇയർ എൻഡ് 2016. എച്ച് ലിമിറ്റഡ് ക്രെഡിറ്റഡ് ദ ഡിവിഡന്റ് റിസീവ്ഡ് ടു ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സി എന്ന് പറഞ്ഞത് ഓൺ 1st January 2017 എസ് ലിമിറ്റഡ് ഇഷ്യൂഡ് 3 fully paid up shares for every 5 shares held out of balance of its general reserve on 31st March 2016. അവിടെ ഞാൻ പറഞ്ഞ ബോണസ് ഷെയർ വന്നു കേട്ടോ. പിന്നെ ഓൺ 31st March 2017 all the bills payable in S Limited balance sheet were accepted in favor of H Limited, but on that date H Limited held only 45 lakhs in these acceptance. The rest have been endorsed in favor of trade payables. Okay. In the last one, on 31st March S Limited inventory included goods which it is purchased for 100 lakhs from H Limited, which made a profit of 25% on cost. കൺസോൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എങ്ങനെയാ ചെയ്യുക? ചെയ്തു തുടങ്ങൽ എങ്ങനെയാ എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? അവിടെ നിങ്ങൾ കുറെ ഡേറ്റിന്റെ കളികളാണ്. ഇവരെപ്പോഴാണ് ഷെയർ വാങ്ങിച്ചത്? ആദ്യം എപ്പോഴാണ് ഷെയർ വാങ്ങിച്ചത്? 31st March 2016. 31st March 2016 ഷെയർ വാങ്ങിച്ചത്. ഓക്കെ. 31st March ഞാൻ ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. 2016 31st March. ഇതെന്താ പേന വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്. 31st March 2016. എത്ര ഷെയർ വാങ്ങിച്ചത്? 16. 16. 180 lakh shares. 2016 എന്ന് പറഞ്ഞ 2016 180 ലക്ഷം. തൽക്കാലം 180 എന്ന് പറഞ്ഞിടാം. ഒരു ഷെയറിന് 10 രൂപ അല്ലേ? ഓക്കെ. 180 ഷെയറാ വാങ്ങിച്ചത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ മറ്റേ കമ്പനിക്ക് എത്ര ഷെയർ ഉള്ളത് മൊത്തം? സബ്സിഡറി കമ്പനിക്ക് എത്ര ഷെയർ ഉള്ളത്? ഇപ്പം ബാലൻസ് ഷീറ്റിൽ എത്ര ഉള്ളത്? ബാലൻസ് ഷീറ്റില് 20 lakhs. തലയടിച്ചു കൂട്ടില്ല. അല്ല 6,000. 6,000ഓ? പെയ്ഡ് അപ്പ് 4,80,000. 4,08,000. 4,08,000ഓ? 4,800. അത് എമൗണ്ട് അല്ലേ?
നമ്പേഴ്സ് ഷെയർസ് 480 അല്ലേ? അതായത് 480 into 10 ആണ് 4800. റൈറ്റ്? ഇത് ഷെയറിന്റെ വാല്യൂ, ഷെയറിന്റെ നമ്പേഴ്സ് 48,000. 48,000. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? 4,800 lakhs. 4,000 lakhs ഒക്കെ വിട്ടേക്ക്. 4,800 ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ചോളൂ. പ്രശ്നം തീർന്നില്ലേ? 4,800 ഇത് റുപ്പീസില്. ഒരു ഷെയറിന്റെ വില എത്രയാ? 10 രൂപ. അപ്പൊ ഒരു എത്ര ഷെയർ ഉണ്ടാവും? ഇപ്പം ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ എത്ര ഷെയർ ഉണ്ട്? 480. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഓക്കെ, 480 ഷെയർ കിട്ടിയില്ലേ? ഉണ്ട്. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ 150 ഷെയർ ഉള്ള ഇവർക്ക് എങ്ങനെയാ 480 150 ഷെയർ മാത്രമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഹോൾഡിങ്ങും സബ്സിഡിയും കൺസോൾട്ടേഷൻ ഒക്കെ വരിക? ഇതിപ്പോ കൺസോൾട്ടേഷൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഹോൾഡിംഗ് പവർ വേണ്ടേ? ഇവർക്ക് ഇപ്പൊ ഹോൾഡിംഗ് പവർ ഉണ്ടോ? 180 ഡിവൈഡഡ് ബൈ 480 അടിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 100 അടിച്ച് എത്ര പെർസെന്റ് വരും? ഓക്കെ, ഇസ് ഈക്വൽ ടു എത്ര? 37.5. 37.5% ഷെയർ അല്ലേ ഉള്ളൂ. കൺട്രോളിംഗ് പവർ കിട്ടണമെങ്കിൽ എത്ര വേണം? 50% എബോവ് വേണ്ടേ? അപ്പൊ ചെറിയൊരു പ്രശ്നം അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇപ്പം ഇത് ക്ലോസിംഗിലാണ് ഉള്ളത്. ക്ലോസിംഗിലെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗിലുള്ള ബാലൻസ് ഷീറ്റ് എത്രയാണെന്ന് കണ്ടു, അതായത് ഇവര് ഷെയർ എടുക്കുന്ന സമയത്ത് എത്രയുള്ളതെന്ന് കണ്ടുപിടിക്കണം. അത് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടില്ല? ഡയറക്ട്ലി തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്ന ഹിന്റ് ആണ്. അവരെന്തോ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ തന്നിട്ടില്ലേ? ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത കഥ പറഞ്ഞിട്ട്, അതായത് മൂന്നാമത്തെ ജനുവരി സി എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ? സി എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? 3 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ കൊടുത്തു. എത്ര ഷെയർ ഉള്ള ആൾക്ക്? 5 ഷെയർ ഉള്ള ഒരാൾക്ക് 3 ഫുള്ളി പെയ്ഡ് അപ്പ് എന്ത് കൊടുത്തു? ബോണസ് ഷെയർ കൊടുത്തു. എവിടുന്ന് എടുത്തിട്ടാ കൊടുത്തത്? ജനറൽ റിസർവ് എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. ജനറൽ റിസർവ് എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. ഏത് ഡേറ്റിനുള്ള ജനറൽ റിസർവ്? കഴിഞ്ഞ കൊല്ലത്തെ ജനറൽ റിസർവ്. കഴിഞ്ഞ കൊല്ലത്തെ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്ത് കൊടുത്തു? ഓൾറെഡി 5 ഷെയർ ഉള്ള ആൾക്ക് എത്ര ഷെയർ കൊടുത്തു? 3 കൊടുത്തു. എത്ര കൊടുത്തു? 3 കൊടുത്തു. ഒരു 5 ഷെയർ ഉള്ള ഒരാൾക്ക് എത്ര കൊടുത്തു? 3 കൊടുത്തു. എത്ര കൊടുത്തു? 3 ഷെയർ കൊടുത്തു. അപ്പൊ ഈ 3 ഷെയർ കൊടുക്കുന്നതിന് മുമ്പ് കമ്പനിയിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കമ്പനിയിൽ ഇപ്പൊ എത്ര ഷെയർ ഉണ്ട് ടോട്ടല്? 480 ഷെയർ ഉണ്ട്. ഈ 480 ഷെയർ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന 5 ഷെയറും പിന്നെ ബോണസ് ആയിട്ട് കൊടുത്ത 3 കൂടി കൂട്ടിയിട്ട് 8 ഷെയർ ആണ്. 8 ഷെയറിന്റെ കണക്കായിട്ടുള്ളതാണ് 480. റൈറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ബോണസ് ഷെയർ കൊടുക്കുന്നതിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻറ്റു 5/8. 5/8. അപ്പൊ 300 ഷെയർസ് വരും. എത്ര വരും? 5/8. ഇതാണ് ആൻസർ വരിക. 300 ഷെയർസ്. അതായത് ഇവര് ഷെയർ എടുക്കുന്ന സമയത്ത് എത്ര ഷെയർ കമ്പനിയിലുള്ളൂ? 300. അങ്ങനെയാണെങ്കിൽ 180 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 300 അടിച്ചാൽ എത്ര ശതമാനം വരും? 60% ഷെയർ വരും. അപ്പൊ എന്ത് ചെയ്യണം? ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? 300 ഷെയർസ്. 300 ഷെയർസ് അല്ലേ? അപ്പൊ ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് മനസ്സിലായോ? ഇത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഇതാണ് അവിടുത്തെ ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ്. ഈ ക്വസ്റ്റ്യനിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? ക്ലിയർ ആണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ 480 ഷെയർ എന്ന് പറയുന്നത് ക്ലോസിംഗിലാണ്. ഇവര് ഷെയർ എടുക്കുന്ന സമയത്ത് എത്ര ഉണ്ടായിട്ടുള്ളൂ? 300 ഉണ്ടായിട്ടുള്ളൂ. അത് പിന്നെ എന്ത് കൊടുത്തിട്ടാണ് 480 ആക്കിയത്? ബോണസ് ഒക്കെ കൊടുത്തിട്ടാണ് എന്താക്കിയത്? 480 ആക്കിയത്. അപ്പൊ ഈ ബോണസിന്റെ
60% ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഏകദേശം കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന് ഡിവിഡൻഡ് ബോണസും കൊടുത്തിട്ടുണ്ടോ നോക്കുക. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന് ഡിവിഡൻഡ് ബോണസും കൊടുത്തിട്ട് നോക്കുക. അപ്പൊ ഇവര് ഷെയർ എടുക്കുന്ന സമയത്ത് 180 ഷെയർസ് ആണ് എടുത്തത്. ഈ 180 എന്ന് പറയുന്നത് ആ സമയത്ത് എത്ര ശതമാനമായിരുന്നു? 60% ആയിരുന്നു. ഓക്കെ, വാട്ടവർ, നമുക്കതൊരു വിഷയമല്ല. ആ ഷെയർ എടുത്ത സമയത്ത് ഈ പറഞ്ഞ സബ്സിഡറി കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസും ബാലൻസ് ഷീറ്റും എത്രയാണ്? സോറി, പി ആൻഡ് അക്കൗണ്ടിലും കൂടി എത്ര ബാലൻസ് ഉള്ളത്? 3000 ഏതെന്നാണ്? റിസർവ് അല്ലേ? 3000 ജനറൽ റിസർവ്, 1200 പി ആൻഡ് 1200 പി ആൻഡിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടിനും കൂടി കൂട്ടാം. അപ്പൊ 4200 ആയി. 4200 ആയി. ഈ 4200 ഉപയോഗിച്ചിട്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കുക. ഇവരെന്തൊക്കെയാ ചെയ്തത്? ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലേ? എപ്പോഴാ കൊടുത്തേ? ഡിവിഡൻഡ് 31 മാർച്ചിന് ഡിവിഡൻഡ് കൊടുത്തു. ഏത് കൊല്ലം? അല്ല, ഫസ്റ്റ് ഏപ്രിൽ 2016 ഡിക്ലെയർ ചെയ്തു. കുഴപ്പമില്ല, ഇവരെടുത്തതിന് ശേഷം ഡിവിഡൻഡ് കൊടുത്തു. എവിടെ നിർത്തിട്ടാ കൊടുത്തത്? ആ സമയത്തുള്ള ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4200 കുറയണ്ടേ? 4200 കുറയണ്ടേ? കുറയണം. അപ്പൊ എത്ര എമൗണ്ട് കുറയും? ആ സമയത്ത് മറ്റേ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാ? 3000 അല്ലേ ഉണ്ടാവുക? എമൗണ്ട് 300 ഷെയർസ് ആണ് ഉള്ളത്. 300 ഷെയറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ എത്ര വരും? 3000 വരും. ഈ 3000ന്റെ എത്ര ശതമാനം ഡിവിഡൻഡ് കൊടുത്തത്? 20%. അപ്പൊ എത്ര വരും? 600 വരും. അപ്പൊ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്ര കണ്ട് കുറയും? 600 കുറയും. മാത്രമല്ല, പിന്നെ ഇനി അടുത്ത പരിപാടി എന്താ ചെയ്തത്? തൊട്ടടുത്ത പരിപാടി എന്താണ്? 1 ജനുവരിക്ക് എന്ത് ചെയ്തു? ഈ 30% പ്രോഫിറ്റ് എടുത്തിട്ട് ബോണസ് ഇഷ്യൂ ചെയ്തു. ബോണസ് ഇഷ്യൂ ചെയ്യാൻ എത്ര ചെലവ് വന്നു? 180 ഷെയർ ആണ് ബോണസ് ഇഷ്യൂ ചെയ്തത്. എത്ര എമൗണ്ട് ചെലവാക്കിയിട്ടുണ്ടാവും ബോണസ് ചെയ്യാൻ? 180ന് 10 രൂപ വെച്ചിട്ട് എത്ര പൈസ വേണം? 1800 വേണം. അപ്പൊ 1800 എന്ത് ചെയ്യണം? കുറക്കുക. അപ്പൊ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്ര കണ്ട് കുറയും? ഈ 4200 എന്നുള്ളത് എത്രയായിട്ട് കുറയും? ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇത് ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടതുകൊണ്ട് പറഞ്ഞാണ്. ഈ 3000 എന്ത് കുറക്കുക? 1800 കുറക്കുക. അതാണല്ലോ റിസർവ് അല്ലേ? റിസർവിന്റെ ഇനി ബാലൻസ് എത്ര വരും? 1200 വരും. പി ആൻഡ് അക്കൗണ്ടിൽ എത്ര ഉണ്ടായിരുന്നത്? 1200 ഉണ്ടായത്. അതിനകത്ത് എത്ര പോയി? 600 പോയി. ബാക്കി എത്ര വരും? 600 വരും. അപ്പൊ റിസർവിന്റെ ബാലൻസ് ഇത്രയേ ഉള്ളത്. ഇപ്പൊ ഈ റിസർവിന്റെ ബാലൻസ് ഇപ്പൊ ഇനി എത്രയുണ്ട്? ക്ലോസിംഗിൽ എത്രയുണ്ട്? ഈ റിസർവിന്റെ ബാലൻസ് ഇപ്പൊ ക്ലോസിംഗിൽ എത്രയുണ്ട്? സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് എടുത്തു നോക്ക്. 3000. 1350 മറ്റല്ലേ? 1350 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 150 രൂപയുടെ അഡിഷൻ വന്നിട്ടില്ലേ? 150 രൂപ അഡിഷൻ വന്നിട്ടില്ലേ? ഇത് എവിടുന്ന് റിസർവിലേക്ക് എങ്ങനെയാ പൈസ വരിക? പ്രോഫിറ്റ് എന്നല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ? അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വർഷം പി ആൻഡ് അക്കൗണ്ടിൽ നിന്ന് 150 രൂപ എങ്ങോട്ട് വന്നിട്ടുണ്ട്? റിസർവിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ. ഇനി ഈ 600 എന്നുള്ളത് ഇപ്പൊ എത്രയായിട്ടുണ്ട്? ക്ലോസിംഗിൽ എത്രയായിട്ടുണ്ട്? 1620. അപ്പം 1620 എന്ന് പറയുമ്പോ എത്ര കൂടണം? 1020 കൂടണം. 1020 പ്ലസ് ഈ 150 കണ്ട? 1020 പ്ലസ് ഈ 150 കണ്ട? ആ 1200 ആണ് എന്ത് പ്രോഫിറ്റ് എന്ന് അറിയപ്പെടുക?
റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? അറിയപ്പെടുക. ഗോട്ട് ഇറ്റ്? അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു സാധനം അവിടെ കിട്ടി. ഇനി നമ്മളെ പണി എന്താന്ന് വെച്ചാല് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒന്ന് റീവർക്ക് ചെയ്യണം. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? റീവർക്ക് ചെയ്യണം. അതായത് നമ്മള് അക്വിസിഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗുഡ്വില്ല് കാണുന്നിടത്താണ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ 180 ഷെയർ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എത്ര പൈസ മുടക്കിയിട്ടുണ്ട്? എത്ര പൈസ മുടക്കിയിട്ടുണ്ട്? 3000 മുടക്കിയിട്ടുണ്ട്. ഓക്കെ, 3000 മുടക്കിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് എമൗണ്ടും കൊടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് എമൗണ്ടും കൊടുത്തതിന് ശേഷം ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇനി ബാലൻസ് എത്രയുള്ളത്? നിലവിലുള്ളതിന്റെ ബാലൻസ് എത്രയുള്ളത്? 1200 1600 അല്ലേ? ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ റിസർവിന്റെ ബാലൻസ് 1200, മറ്റേത് എത്ര? 600 അല്ലേ? അപ്പൊ 1800ന്റെ എത്ര ശതമാനം എടുക്കുക? 60% എടുക്കുക. 1800ന്റെ 60%. അല്ലെങ്കിൽ കുറച്ചും കൂടി കടന്ന് ചിന്തിക്കാം. കുറച്ചും കൂടി എന്ത് ചെയ്യാം? കടന്ന് ചിന്തിക്കാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ആലോചിക്കണേ. 3000 രൂപ നമ്മൾ മുടക്കി. 3000 രൂപ നമ്മൾ മുടക്കി. നമുക്ക് എത്ര ഷെയർ ക്യാപിറ്റൽ കിട്ടും? 180. ഇത് നമ്പേഴ്സ് ആണ്. പൈസ നോക്കുമ്പോ 180 × 10 എത്ര വരും? 1800 വരും. 1800 രൂപയുടെ ഷെയർ കിട്ടി. 1800 രൂപയുടെ എന്ത് കിട്ടി? ഷെയർ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചപ്പോ ആ ഡിവിഡൻഡിന്റെ 600 രൂപ കമ്പനി ഡിവിഡൻഡ് കൊടുത്തു. 600 രൂപയുടെ 60% ആർക്ക് കിട്ടും? ഈ ഡിവിഡൻഡ് പ്രഖ്യാപിച്ച 600 രൂപയുടെ 60% ആർക്ക് കിട്ടും? ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടും. അപ്പൊ 600ന്റെ 60% എത്ര വരും? 360. ദെൻ ഈ 1800 ഡിവിഡൻഡ് ഷെയർ ബോണസ് ഷെയർ കിട്ടിയില്ലേ? മൊത്തം കൊടുത്തത് 1800 ഷെയർ കൊടുത്തല്ലോ. 1800 രൂപയുടെ ഷെയർ കൊടുത്തല്ലോ. അതിന്റെ 60% ആർക്ക് കിട്ടും? അതിന്റെ 60% ആർക്ക് കിട്ടും? ഈ സാധനം കണ്ട, ഈ 1800 ഉണ്ടോ? ഇവർക്കും ബോണസ് ഷെയർ കിട്ടൂലേ? കിട്ടും. ആ 1800ന്റെ 60% ആർക്ക് കിട്ടും? ഹോൾഡിംഗ് കമ്പനി കിട്ടും. അത് എത്ര വരും? 1800ന്റെ 60%? 1080. ഇത് ക്ലിയർ അല്ലേ? ഇനി ഇതിന് പുറമെ എന്തും കൂടി കിട്ടും? ഈ രണ്ട് ബാലൻസിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക? ഈ രണ്ട് സാധനം കണ്ടോ? ഈ രണ്ട് സാധനം ഇതെന്ത് പേരിൽ അറിയപ്പെടും? ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യും? അറിയപ്പെടും. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യും? അറിയപ്പെടും. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരും? 1800 വരും. അതിന്റെ 60% ആയിരിക്കും കിട്ടും. അല്ലെങ്കിൽ 1200ന്റെ 60% എത്ര വരും? 720. പിന്നെ 600ന്റെ 60% 360 കൂടി കിട്ടും. ഈ 3000 രൂപ മുടക്കിയപ്പോ കമ്പനിക്ക് എത്രയാ കിട്ടുന്നത്? ഇത്രയും എമൗണ്ടിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത്രയും എമൗണ്ടിന് എന്ത് കിട്ടുന്നുണ്ട്? ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് അധികം കിട്ടുന്നുണ്ട്? സോറി, 4000 എത്ര? 1320. ഇത് മൊത്തം ബെനിഫിറ്റ് 4320 വരും. നമ്മൾ മുടക്കിയത് എത്രയേ ഉള്ളൂ? 3000 ഉള്ളൂ. അപ്പൊ 1320 രൂപയുടെ എന്ത് വന്നു? സർപ്ലസ് വന്നു. ഈ 1320 രൂപ നമ്മുടെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കണക്കിൽ കാണിക്കേണ്ടത്. നിങ്ങളെ ബാലൻസ് ഷീറ്റ്, നിങ്ങളെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എടുത്ത് നോക്കിയിട്ട് 1320 കിട്ടുന്നുണ്ടോ നോക്കി. കറക്റ്റ് ആണോ? ക്യാപിറ്റൽ റിസർവ് 1300. ഇത് കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? മനസ്സിലായി.
എല്ലാവർക്കും കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു എനിക്കറിയാം, എന്റെ അറിവ് വെച്ച് പറയുന്നതാണ്. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? സാർ എന്ത് സംഭവം എന്ന് പറയാം, ഈ വർക്കിംഗ് നോട്ട് ഇത്രക്ക് കോൺസെപ്റ്റൽ ആയിട്ട് കിട്ടിയില്ല ഇതിനു മുമ്പ്. ഇത് ഒരു ക്വസ്റ്റ്യൻ തന്ന ഒരു രീതിയിൽ ഒരു വർക്കിംഗ് നോട്ട് പറഞ്ഞു നിൽക്കണേ. ആ വർക്കിംഗ് നോട്ടൊക്കെ ചെയ്ത് ഇതേപോലെ പെട്ടെന്ന് കൺസോളിഡേഷൻ ബിയാൻഡിലേക്ക് എടുക്കുന്ന ഭാഗം, മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ പോർഷന്, അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാന്നല്ലാതെ ഇത്രക്ക് കോൺസെപ്റ്റലി ഈ ഭാഗത്തേക്ക് എത്തുന്ന ആദ്യമായിട്ടാ. അത് ശരി, ഇപ്പൊ ഞാൻ കുറ്റക്കാരനായി. അല്ലല്ല, സാറാണ് ഇത്രയും കാര്യങ്ങൾ കൂടുതലും ഇപ്പൊ അപ്പോഴാണ് പുറത്തേക്ക് വരാൻ ടൈം എടുക്കുന്നത്. ഇത്ര മുമ്പൊക്കെ ചെയ്തു. ഇപ്പൊ കാര്യം മനസ്സിലായില്ല എന്തായതാന്നൊക്കെ. കാര്യം മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താ വേണ്ടത്? പിന്നെ 2 പ്രാവശ്യം ചെയ്തു നോക്കണം, സംഗതി തീർന്നില്ലേ? ഇത് അക്കൗണ്ടൻസി എളുപ്പമുള്ള സബ്ജക്റ്റ് ആണെന്നുള്ള ഒരു അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അക്കൗണ്ടൻസി അറിയില്ല കേട്ടോ, ഞാനുള്ള കാര്യം പറയാം. അക്കൗണ്ടൻസി എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. എന്റെ ഉള്ള മിനിമം നോളജ് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ അക്കൗണ്ടൻസിന്റെ ഫാക്കൾട്ടിയോ ഇന്ന് വരെ അക്കൗണ്ടൻസിന്റെ ക്ലാസ് എടുക്കുകയോ ചെയ്ത ഒരാളല്ല. ഓക്കെ, അപ്പൊ എന്റെ നോളജ് മിനിമം ആണ്. ബട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആൻസർ എന്ത് ചെയ്യും? ആൻസർ ഒക്കെ കിട്ടും. പക്ഷെ പോയ വഴി കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പോയ വഴി കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർമ്മ വേണം. അതെനിക്ക് കൃത്യമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എവിടെയും തപ്പാണ്ട് എന്ത് ചെയ്യുന്നത്, ആൻസറിലേക്ക് എത്തിയത്. ഡസൻ മാറ്റർ, അത് നമ്മുടെ വിഷയമൊന്നുമല്ല, അത് അവിടെ കഴിഞ്ഞ്. ഇനി നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മൈനോറിറ്റി ഇൻട്രസ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ആദ്യം അവർക്ക് ഒരു 120 രൂപയുടെ 120 ഷെയർ അവർക്ക് ഉണ്ടാവും. കാരണം 60% കഴിച്ച 40% ആരടുത്തുനിന്നാണ്? 1200, അതായത് 3000 ഉറുപ്പിന്റെ ഷെയർ ഉള്ളപ്പോഴാണ് 1800ന്റെ ഷെയർ ആര് വാങ്ങിച്ചത്? ഹോൾഡിംഗ് കമ്പനിക്കാർ വാങ്ങിച്ചത്. അങ്ങനെയാണ്. ബാക്കി എത്രയുണ്ട്? ചേടാ, ബാക്കി എത്രയുണ്ട്? 3000-ല് 1800 പോയ ബാക്കി എത്ര? 40% ഉണ്ടാവും. ഇനി അടുത്തത് ഡിവിഡന്റ് 600 രൂപ കൊടുത്തു. 600ന്റെ 40% ആയിരിക്കും കിട്ടും? 240 ആയിരിക്കും കിട്ടും? മൈനോറിറ്റി ഡിവിഡന്റ് കിട്ടും. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു, 1800ന്റെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു, അതിന്റെ 40% ആയിരിക്കും കിട്ടും? മൈനോറിറ്റിക്ക് കിട്ടും. അത്ര വരും? 1800ന്റെ 40%. 720. എനിക്ക് അക്കൗണ്ടൻസി എടുക്കുമ്പോൾ ദേഷ്യം വരും. ഞാൻ എടുക്കില്ല ക്ലാസ്, എനിക്ക് ഐഡിയ ഇല്ല. ഓക്കെ, പിന്നെ അതിനു പുറമെ ബാക്കിയുള്ള ആ പി ആർ അക്കൗണ്ടിൽ ഒരു 600 ബാലൻസ് ഇല്ലേ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ, അതിന്റെ 60% ആയിരിക്കും കിട്ടും? 60 ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടും. 60 ഹോൾഡിംഗ് കമ്പനിക്ക് പോയി, അതിന്റെ ബാക്കി ആയിരിക്കും കിട്ടും? 240 ഷെയർ ഓഫ് ബാലൻസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടും? മൈനോറിറ്റി കിട്ടും. അതേപോലെ റിസർവിലുള്ള ഒരു 1200 ഇല്ലേ, അതിന്റെ 480 അതിന്റെ 480 ആയിരിക്കും കിട്ടും? മൈനോറിറ്റിക്ക് കിട്ടും. ഇനി ഇതിന് പുറമെ നിങ്ങൾ ചെയ്യുമ്പോൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ നേരത്തെ ഒരു റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1200 രൂപ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഒരു 1200 രൂപ കണ്ടുപിടിച്ചിട്ടില്ലേ? റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാം കഴിഞ്ഞിട്ട് ഒരു ബാലൻസ് ഒരു 1200 രൂപ എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ 1200ന്റെ 40% എന്ത് ചെയ്യണം? ആ 1200ന്റെ 40% മൈനോറിറ്റിയിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതെത്ര വരും? 480. അപ്പൊ ഇവിടെ ഏകദേശം നിങ്ങൾ നോക്കിക്കോളാം. 240 ഒരു തവണ ആഡ് ചെയ്തു, രണ്ടാമത്തെ തവണ 240 വന്നു. ഈ 480 2 പ്രാവശ്യം എന്ത് ചെയ്യും? വരും. ടോട്ടൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ എമൗണ്ട് കൂട്ടുന്നതാണോ എന്ന് ആൻസർ ഷീറ്റിൽ ഒന്ന് നോക്കിക്കോ. ടെക്സ്റ്റിലെ ആൻസർ ഒന്ന് നോക്കിക്കോ, ആ എമൗണ്ട് കറക്റ്റ് ആണെന്ന് നോക്കിക്കോ.
എന്തോ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നു. എന്താ മിസ്റ്റേക്ക്? നമ്മളിത് ടോട്ടൽ ചെയ്തിട്ട് 3360 ആ ടെക്സ്റ്റില് 3120. അപ്പൊ എന്താ കൂട്ടിയൊരു തെറ്റ് വന്നാ? എനിക്കറിയില്ല. നമ്മൾ മൂന്നാട്ടം കൂട്ടിയ എന്തോ ഒരു എമൗണ്ട് കൂടി പോയി. ആ കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് കുറക്കണ്ട നിങ്ങൾ അല്ല. ഉത്തരവാദിത്തം. കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളാണ്. അങ്ങനെ കൂടി പോകാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുപറ്റിയ? തെറ്റുപറ്റിയിട്ടുണ്ടോ? 3000 എത്ര വരുന്നത്? അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു നോട്ട് ഉണ്ടാവും. ആ നോട്ട് എടുത്തിട്ട് നോക്കിയാൽ മതി. നോട്ടിൽ ഉണ്ടാവുമല്ലോ ഷെയർ ക്യാപിറ്റൽ 1200 കറക്റ്റ് അല്ലേ? ഷെയർ ക്യാപിറ്റൽ 1220 320 കറക്റ്റ് അല്ലേ? സോറി 1200 കറക്റ്റ് അല്ലേ? അത് രണ്ടും കൂടി കൂട്ടിയിട്ടായിരിക്കും ഷെയറും ബോണസും കൂടി ഒപ്പം 1920 അങ്ങനെ. അത് കറക്റ്റ് ആണല്ലോ. ഇവിടെ 1920 ആണ്. ഡിവിഡന്റ് കിട്ടിയ 240 നിങ്ങൾ എടുത്ത് എഴുതിയിട്ടില്ലേ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഒരു ഡിവിഡന്റ് കൊടുത്തൊരു എമൗണ്ട് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഒരു 240. ഒരു 240 ഈ ചോപ്പ് വട്ടോട്ട് ഈ മോളിലൊരു ഡിവിഡന്റ് കിട്ടിയ എമൗണ്ട് ഇല്ലേ? അത് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവില്ല. അതില്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സാധനം ഉണ്ടാവില്ല. ഈ 240 നിങ്ങൾക്ക് കൂടിയത്. ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആൻസർ നോക്കാൻ പറഞ്ഞത്. എല്ലാ ആൾക്കാരും അത് തെറ്റിക്കും. ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ടോ അസറ്റ് ഒക്കെ ആയിട്ടോ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കും? 30 ദിവസത്തിനുള്ളിൽ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്തല്ല, കൊടുക്കാനുള്ളതേ ലയബിലിറ്റി ആവുള്ളൂ. കൊടുത്തു കഴിഞ്ഞത് ഒരിക്കലും എന്തല്ല ലയബിലിറ്റി ആവില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് കൊടുത്ത ഡിവിഡന്റ് ഓൾറെഡി ആർക്ക് കിട്ടി? മൈനോറിറ്റിക്കാർക്ക് കിട്ടിയ പൈസ പിന്നെ ലയബിലിറ്റി ആയിട്ടും കിട്ടാനുള്ളതായിട്ടുള്ള കണക്ക് കാണിക്കാൻ പറ്റുമോ? ഇതിനി മറന്നു പോകാൻ പാടില്ല. എന്ത് ചെയ്യാൻ പാടില്ല? മറന്നു പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അത് ആലോചിച്ച് വെച്ചോളൂ. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. ശ്രദ്ധിച്ചാൽ ദുഃഖിക്കണ്ട. ഓക്കെ. ഡിവിഡന്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന് ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കണക്കിൽ എന്ത് ചെയ്യില്ല, റിഫ്ലക്ട് ചെയ്യില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അതും അവര് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. വാട്ട് എവർ ഡസന്റ് മാറ്റർ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പോ നമ്മൾ എന്തെല്ലാം തീർന്നു? ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിച്ചു, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ദെൻ ഗുഡ് വില്ലും മറ്റുള്ള എല്ലാ പരിപാടിയും കണ്ടുപിടിച്ചു. ഇനി 2 അഡ്ജസ്റ്റ്മെന്റേ ഉള്ളൂ. ഇനി ഏതൊരു കമ്പനിക്ക് എന്തോ പൈസ കൊടുത്തിട്ടുണ്ട്. ഏതൊരു കമ്പനിക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്? ഏതൊരു കമ്പനിക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്? പൈസ കൊടുത്തിട്ടില്ലേ? 31 മാർച്ചിന് ഒരു ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് എസ് ലിമിറ്റഡിന്റെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് എസ് ലിമിറ്റഡിന്റെ ഒരു എമൗണ്ട് കാണിക്കുന്നു. ഒരു എത്ര? 45 lakh. നീ ഒന്ന് പോടോ. അതല്ല, ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു 154 അങ്ങനെ എന്തോ കാണിക്കുന്നില്ലേ? സോറി, അഡ്ജസ്റ്റ്മെന്റ് 4ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? 4ാമത്തെ അഡ്ജസ്റ്റ്മെന്റ്. അതല്ല, ആദ്യം ബിൽസ് പേയബിൾ എത്രയുള്ളൂ നോക്ക്. 160. സബ്സിഡി കമ്പനിയുടെ ബിൽസ് പേയബിൾ 160. ആ 160 മുഴുവൻ ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുക്കാനുള്ളതാണ്. ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുക്കാനുള്ളതാണ്. എച്ച് ലിമിറ്റഡിന്റെ കയ്യിൽ ഇനി എത്ര ബാലൻസ് ഉള്ളൂ? 45 രൂപയെ ബാലൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം എച്ച് ലിമിറ്റഡ് വേറെ ആർക്കെല്ലാം എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ ഇനി എച്ച് ലിമിറ്റഡ് ഈ പൈസ ആർക്ക് കൊടുക്കണം? തേർഡ് പാർട്ടീസിനാണ് കൊടുക്കേണ്ടത്. 45 രൂപ കഴിച്ച് ബാക്കിയുള്ള എല്ലാ എമൗണ്ടും ആർക്ക് കൊടുക്കണം? തേർഡ് പാർട്ടി കൊടുക്കണം. തേർഡ് പാർട്ടി ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? ഈ 45 രൂപ എന്ത് ചെയ്യാം? രണ്ടിടത്തുനിന്ന് ഒഴിവാക്കണം. ബിൽസ് റിസീവബിൾ 45 ഒഴിവാക്കണം. ബിൽസ് പേയബിൾ എന്ത് ചെയ്യണം?
45 ഒഴിവാക്കണം. ബാക്കിയുള്ള 115 രൂപ എന്തായിട്ട് കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. എലിമിനേറ്റ് ചെയ്യാൻ അത്രേ പറ്റുള്ളൂ. 45 മാത്രമേ പറ്റുള്ളൂ. 45 മാത്രമേ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ചെറിയ കാര്യം കൂടി, ഈ 45 പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. ഇനി അടുത്തൊരു ചെറിയ കാര്യം കൂടി, ആ ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസോൾട്ടേഷനിൽ അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റ് ആയി. ഒരു ഇൻവെന്ററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇൻവെന്ററി അത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് വിറ്റതാന്ന് നോക്കുക. ഈ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് വിറ്റ സാധനം സബ്സിഡറി കമ്പനീന്റെ ഇൻവെന്ററിയിൽ ബാലൻസ് ഉണ്ടോ നോക്കുക. ഇൻവെന്ററിയിൽ എന്തുണ്ടോ നോക്കുക, ബാലൻസ് ഉണ്ടോ. അപ്പൊ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണോ വിറ്റിട്ടുള്ളത്? ക്വസ്റ്റ്യൻ. അതെ. എത്ര രൂപയുടെ സാധനം വിറ്റത്? എത്ര പ്രോഫിറ്റ് എടുത്തിട്ടാ വിറ്റത്? 100 ലക്ഷത്തിന്റെ വിട്ടത്. 25% കോസ്റ്റ്. 25% കോസ്റ്റാ? ഓൺ കോസ്റ്റ്. 25% ഓൺ കോസ്റ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ഓൺ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 20% ഓൺ സെയിൽ വരും അല്ലേ? അങ്ങനെയല്ലേ വരിക? അതെ. 20% ഓൺ സെയിൽ. ഇപ്പൊ എത്ര രൂപയുടെ സാധനമാണ് അവിടെ സ്റ്റോക്ക് ഉള്ളത്? 80 lakhന്റെ അല്ലെ? 80. 80യോ? എത്ര സ്റ്റോക്ക് ഉള്ളത് ഇപ്പൊ? ഇൻവെന്ററി എത്ര ബാലൻസ് ഉള്ള? 1956. നിങ്ങൾ എന്തോന്ന് പറയാ, നിങ്ങൾ ഇങ്ങനെ മടിയന്മാരായാലും എന്താ ചെയ്യാ? 1956. അത് നോക്കണ്ട, ഈ അഡ്ജസ്റ്റ്മെന്റ് അത് അത്ര തന്നെ ഉള്ളൂ. 80 ഉള്ളൂ. 100 രൂപയുടെ സാധനം, 100 രൂപയുടെ സാധനം ഇവര് വിറ്റു. ഈ വിറ്റപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 100ൽ 20 രൂപ എന്താണ്? ലാഭമാണ്. ഈ 100 രൂപ ഹോൾഡിംഗ് കമ്പനീന്റെ P&L അക്കൗണ്ട് വരക്കുമ്പോൾ സെയിലിൽ എത്ര കാണിച്ചിട്ടുണ്ടാവും? 100 കാണിച്ചിട്ടുണ്ടാവും. 100 കാണിക്കണ്ടാവും. അതേപോലെ ഇത് ഇവര് വിറ്റിട്ടില്ലെങ്കിൽ ഇവരുടെ P&L അക്കൗണ്ട് വരക്കുമ്പോൾ ഇതേ 100 രൂപ ക്ലോസിംഗ് സ്റ്റോക്കിലും കാണിക്കൂലേ? കാണിക്കും. ഇവര് രണ്ടാളും ഒന്നാണെങ്കിൽ ഈ 20 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? അപ്പൊ അത് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു. ഈ എസ് ലിമിറ്റഡ് എന്ത് ചെയ്യണം? പുറത്തെ ഏതെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യണം? വിൽക്കണം. അതെന്ത് ചെയ്ത്? കൊടുത്തിട്ടില്ല, വിറ്റിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് വരുന്ന 20 രൂപ എന്താണ്? നമ്മൾ കണക്കിന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കണക്കിന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കേണ്ട ഒന്നാമത്തെ സ്ഥലം ഹോൾഡിംഗ് കമ്പനീന്റെ സബ്സിഡറി കമ്പനീന്റെ ഇൻവെന്ററിയിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 20 രൂപ ഒഴിവാക്കണം. എത്ര രൂപ ഒഴിവാക്കണം? 20 രൂപ ഒഴിവാക്കണം. ദെൻ ഹോൾഡിംഗ് കമ്പനീന്റെ റിസർവ് ആൻഡ് സർപ്ലസ് നിന്നും 20 രൂപ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോ ഇൻവെന്ററി എന്ന് പറയുന്ന അസറ്റ് സൈഡിലാണ്. അവിടുന്ന് 20 രൂപ നമ്മൾ എന്ത് ചെയ്യും? കുറക്കും. 20 രൂപ എന്ത് ചെയ്യും? കുറക്കും. ദെൻ അസറ്റിൽ നിന്ന് 20 കുറയുമ്പോൾ ലയബിലിറ്റിയിൽ നിന്ന് എത്ര കുറയണം? 20. അപ്പൊ റിസർവ് ആൻഡ് സർപ്ലസ് ആരുടെ റിസർവ് ആൻഡ് സർപ്ലസ്? ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു 20 രൂപ എന്ത് ചെയ്യണം? കുറക്കണം. അപ്പൊ നിങ്ങൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ആയി. ആയി. ഇനി നിങ്ങൾ റിസർവ് ഫോർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട്, ഒരു ഫിഗറും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പണി എന്ത് ചെയ്തു? കഴിഞ്ഞു. അത് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പ്രീ അക്വിസിഷൻ ഡിവിഡന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് P&L അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല? ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. ആ ചെയ്ത എമൗണ്ടും കൂടി നിങ്ങൾ കുറച്ച് ആ റവന്യൂ പ്രോഫിറ്റിന്റെ ഷെയറും കൂടി ആ റിസർവിന്റെ കൂടെ ആഡ് ചെയ്താൽ ബാലൻസ് ഷീറ്റ് ടാലി ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ളത്. ഇനി ഞാൻ എടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷത്തിൽ പോയി ഉറങ്ങാം. ഉഷാറായിക്കുന്നോ? ഞാൻ കുറച്ച് സ്ലോ ആയിരുന്നു, അതുകൊണ്ട് ടൈം എടുത്തു. സ്ലോ ആയത് എന്റെ കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരല്ലേ. ഷുഡ് ബി ഫാസ്റ്റ്. നിങ്ങൾ സ്പീഡ് കൂട്ടാന്നല്ലാണ്ട് എനിക്കിപ്പോ, ഞാനിതൊരു ജസ്റ്റ് ഒരു റീഫ്രഷ്മെന്റിന് വേണ്ടിട്ട് പറയുന്നതാണ്. ഞാൻ പഠിച്ചിട്ട് കുറെ കൊല്ലായി. ഇങ്ങനെ തന്നെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഏകദേശം എല്ലാം എന്താണ് പറഞ്ഞതെല്ലാം ഉണ്ടെന്ന് തോന്നല്ലേ? അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കോ. ഞാൻ അക്കൗണ്ടൻസി ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് അറിയാന്നല്ലാതെ